ബാക്ക് ഇൻ 2014 ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു പേപ്പർ കട്ടിംഗ് ആണ് കണ്ടത്. ആ ഒരു പേപ്പർ കട്ടിങ്ങിൽ ഇങ്ങനെ കണ്ടു ഒരു ഓയിൽ പൈപ്പ് ലൈനിൽ തെഫ്റ്റ് നടന്നിരിക്കുകയാണ്. അപ്പോൾ തെഫ്റ്റ് ഹാപ്പൻഡ് ഫോർ എ ലോങ് ടൈം. ദ ഡിറ്റക്ഷൻ വാസ് വെരി ഡിഫിക്കൽട്ട്. അങ്ങനെ ഒരു മെസ്സേജ് കണ്ടപ്പോഴാണ് ഐ വാസ് ക്യൂരിയസ്, എന്തുകൊണ്ടാണ് ഇത്രയും റിച്ച് ആയിട്ടുള്ള ഒരു ഓയിൽ കമ്പനിക്ക് ഇങ്ങനെയുള്ളൊരു ഇൻസിഡൻറ്റിന് ടെക്നോളജി വഴി സോൾവ് ചെയ്യാൻ പറ്റാത്തത്. ദാറ്റ് വാസ് എ തോട്ട് പ്രോസസ്. ഫെലിക്സ് ഇതിനു മുന്നേ ട്രാൻസ്മ്യൂനെ കുറിച്ച് കേട്ടത് എപ്പോഴായിരിക്കും? ഐ തിങ്ക് ജോർജ് ബോഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പഴയ എപ്പിസോഡ് ചെയ്തപ്പോൾ. സോ വി വർ ബീൻ ഓൾമോസ്റ്റ് ഓൾ ദി പ്രസ്റ്റീജിയസ് പ്രോഗ്രാംസ് ഇൻ ദ കൺട്രി. ഒരു ഗുഡ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാം സബ്ജക്ട് മാറ്റർ എക്സ്പേർട്സ് ആണ്. യു ആർ ടോക്കിംഗ് ടു 30-40 years ഓഫ് എക്സ്പീരിയൻസ്ഡ് പൈപ്പ് ലൈൻ എഞ്ചിനീയേഴ്സ്. അവിടേക്കാണ് പൈപ്പ് ലൈനിൽ ഒരു എക്സ്പീരിയൻസും ഇല്ലാത്തൊരു ഫൗണ്ടർ വന്നിട്ട് പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യുന്നത്. ദാറ്റ് എക്സ്പീരിയൻസ് ഐ ട്രാവൽഡ് അക്രോസ് ഓൾ ദി ലൊക്കേഷൻസ് ഓഫ് ദീസ് ഓയിൽ കമ്പനീസ്. ആരൊക്കെ എൻ്റെ കസ്റ്റമർ ഉണ്ടോ അവരുടെ എല്ലാ ലൊക്കേഷൻസിലും ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. യു ടേക്ക് ഇറ്റ്, ട്രൈ ഇറ്റ് ആൻഡ് ഫീൽ ഇറ്റ്, ദെൻ വി വിൽ ടോക്ക്. പ്യുവർ പ്ലേ ഹാർഡ്വെയർ അഗ്നോസ്റ്റിക് സോഫ്റ്റ്വെയർ ഗെയിമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫൈൻഡിങ് ദ റൈറ്റ് പ്രോഡക്റ്റ്, PMF, സ്കെയിൽസ്, സക്സസ് മെട്രിക്സ്, then you amplify. That will help you to eliminate a lot of noise. It is not about the stress that you carry. It is all about the future that you are going to build. ഞാൻ സിലിക്കൺ വാലിയിൽ പോകുന്നത്. ഒരു ഗൂഗിൾ സ്കോളർഷിപ്പിൻ്റെ ഭാഗമായിട്ട് അവിടെ എത്തിയപ്പോൾ കിട്ടിയ ഇൻസ്പിറേഷനിലാണ് KPH കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തത്. ചെറിയൊരു വാട്സപ്പ് ഗ്രൂപ്പ് വിത്ത് ലൈക്ക് മൈൻഡഡ് പീപ്പിൾ ടോക്കിംഗ് അബൌട്ട് പ്രൊഡക്റ്റ്, നോ തള്ള്, ജസ്റ്റ് റിയൽ സ്റ്റഫ്. അപ്പോൾ അങ്ങനെ ക്യൂറേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഇപ്പോൾ എത്തിക്കുന്ന 1000+ ഗ്രൂപ്പ് മെമ്പേഴ്സാണ്. ഓവർ 200+ പ്രൊഡക്റ്റ് ലോഞ്ചസ് ആണ് പെർ ഇയർ നടക്കുന്നത് ആ ചെറിയൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ. അപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്ന പോഡ്കാസ്റ്റിന് ക്വാളിറ്റി ആയാലും നിങ്ങൾക്കറിയാം, ഓരോ ഗസ്റ്റിനും അത്രയും ഹൈലി ക്യൂറേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. ആൻഡ് കോൺവെർസേഷൻ ഹാസ് ടു ബി ദാറ്റ് ഗുഡ്. കേരളത്തിലെ നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് നമ്മൾ അഡ്രസ് ചെയ്തിട്ടുള്ളത്. മേ ബി അവർ പ്ലാൻ ഈസ് ടു മേക്ക് പ്രൊഡക്ട്സ് ഓൺ കൺട്രി. സോ ട്യൂൺ ഇൻ ടു kph.club ഫോർ മോർ അപ്ഡേറ്റ്സ്. KPH ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ join.kph.club ചെക്കൗട്ട് ചെയ്യുക. എപ്പോഴും ഗ്രൂപ്പ് ഫുള്ളാണ്. ഓപ്പൺ ആയ സമയത്ത് നമ്മളവിടെ അനൗൺസ് ചെയ്യുന്നതാണ്. സോ മേക്ക് ഷുവർ ഇഫ് യു ഫൈൻഡ് ദ ഗ്രൂപ്പ് ഓപ്പൺ ദർ, ജോയിൻ ഇമീഡിയറ്റ്ലി ബിക്കോസ് ദ ഗ്രൂപ്പ് ഗെറ്റ്സ് ഫിൽഡ് സൂപ്പർ ഫാസ്റ്റ്. KPH വാട്സ്ആപ്പ് ഗ്രൂപ്പിന് ലോഞ്ച് ചെയ്യുന്ന പല പ്രൊഡക്ട്സും എവിടെ കണ്ടെത്താനുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. launches.kph.club എന്ന വെബ്സൈറ്റ് ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. launches.kph.club. ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടെങ്കിൽ വെൽക്കം ടു ദ മാഫിയ, KPH മാഫിയ. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഫ്രം മൈ സെൻഡ് ആൻഡ് ബാക്ക് ടു ദ എപ്പിസോഡ്. ഹായ് ഓൾ, വെൽക്കം ടു KPH പോഡ്കാസ്റ്റ്. നമ്മളൊപ്പമുള്ള ഗസ്റ്റ് US നിന്ന് നാട്ടിൽ വന്നിട്ടുള്ള ഗസ്റ്റാണ് സഫിൽ സണ്ണി. ട്രാൻസ്മ്യൂ എന്ന ഡീപ് ടെക് സോഫ്റ്റ്വെയർ കമ്പനി തന്നെയാണ്. എനിക്ക് ഈ ഡീപ് ടെക് ആയിട്ട് വലിയ ബന്ധമില്ല, ബട്ട് എനിക്ക് ഗോയിങ് ഫോർവേഡ് ആസ് വെൽ വിൽ ഹിയർ മോർ ഡീപ് ടെക് കമ്പനീസ് കമ്മിങ് ഫ്രം കേരള. സോ വി തോട്ട് ടു ഡു ദിസ് എപ്പിസോഡ്. വെൽക്കം സഫിൽ ടു KPH പോഡ്കാസ്റ്റ്. ഹായ് ഫെലിക്സ്. ഹായ്. അപ്പോൾ സഫിലിൻ്റെ കമ്പനി എന്താണ് ആക്ച്വലി ചെയ്യുന്നത്? സിമ്പിളായി പറഞ്ഞു കൊടുക്കാൻ എന്തായിരിക്കും? വെരി സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ഫൈബർ ഒപ്റ്റിക് കേബിളിനെ സെൻസറായിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ആ സെൻസറിൽ നിന്ന് വരുന്ന ഡാറ്റേനെ അനലൈസ് ചെയ്ത് ഒരാൾ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു എക്സ്കവേറ്റർ നിയർ ബൈ എക്സ്കവേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യലാണ് ബേസിക്കലി നമ്മൾ ചെയ്യുന്നത്. നമ്മളിപ്പോൾ അക്രോസ് ദ ഗ്ലോബ് അറൗണ്ട് 8,000 kilometers ഹാസ് ബീൻ ഡിപ്ലോയിഡ് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം. നിങ്ങളൊരു ഡീപ് ടെക് സോഫ്റ്റ്വെയർ ആണല്ലോ, എങ്ങനെയാണ് അതിൻ്റെ ഒരു വാട്ട് ഈസ് ദിസ്? നമ്മളൊരു പ്യുവർ പ്ലേ ഹാർഡ്വെയർ അഗ്നോസ്റ്റിക് സോഫ്റ്റ്വെയർ ഗെയിമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഡിഫറെൻറ്റ് ഫൈബറിനെ സെൻസറാക്കി കൺവേർട്ട് ചെയ്യുന്ന ഒരു ഇൻട്രോഗേറ്റർ എന്ന് പറഞ്ഞ ഒരു കമ്പോണൻ്റ് ഉണ്ട്. ബേസിക്കലി ഒരു 100 kilometer ഫൈബറിനെ വൈബ്രേഷൻ സെൻസറും ടെമ്പറേച്ചർ സെൻസറും സ്ട്രെസ് സ്ട്രെയിൻ സെൻസറും ആക്കി കൺവേർട്ട് ചെയ്യും വിത്തൗട്ട് എനി ഫിസിക്കൽ സെൻസേഴ്സ് ഇൻ ദ ഫീൽഡ്. ആ ഒരു ഇൻട്രോഗേറ്ററിനെ വെച്ചിട്ട് അതിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ഡാറ്റ പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇൻ്റലിജൻസ് ഡിറൈവ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ സാധനം. ഇൻ്റലിജൻസ് ആർക്കാണ് ആക്ച്വലി ആവശ്യം വരുന്നത്? സോ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ട്. പൈപ്പ് ലൈൻസ് നമ്മുടെ ഒരു മേജർ പോർട്ട്ഫോളിയോ ആണ്. ഓയിൽ ആൻഡ് ഗ്യാസ് പൈപ്പ് ലൈൻസ്, അതുമാതിരി തന്നെ കാർബൺ ക്യാപ്ചേഴ്സ് ഉണ്ട്, റെഗുലർ ഓയിൽ വെൽസ് ഉണ്ട്, റെയിൽ ട്രാക്ക് കണ്ടീഷൻ മോണിറ്ററിങ്സ് ഉണ്ട്, സബ്സീ കേബിൾ മോണിറ്ററിങ് ഉണ്ട്, പവർ ലൈൻസിൻ്റെ മോണിറ്ററിങ് ഉണ്ട്. ഇതൊക്കെയാണ് മേജർ കസ്റ്റമേഴ്സായിട്ട് വരുന്നത് നമ്മുടെ ഈ പ്രൊഡക്റ്റിൻ്റെ. ഇൻട്രസ്റ്റിംഗ്. നമുക്ക് മുന്നോട്ടുള്ള കോൺവെർസേഷൻ മുമ്പായിട്ട് പിന്നോട്ട് പോവാം. വെർ ഡിഡ് യു സ്റ്റാർട്ട് യുവർ ചൈൽഡ്ഹുഡ്? ആ ഒരു രീതിയിൽ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത് നമുക്ക് കവർ ചെയ്യുകയാണെങ്കിൽ? ഞാൻ പഠിച്ചതെല്ലാം
അങ്കമാലിയിൽ തന്നെയാണ്. ബേസിക്കലി കമ്മിങ് ഫ്രം അങ്കമാലി. ഓക്കെ. സോ പഠിച്ചത് അങ്കമാലി ആൻഡ് ഇറ്റ്സ് സറൗണ്ടിങ് വില്ലേജസ്, ലൈക്ക് അങ്ങനെയാണ് ചെയ്തത്. ദെൻ ആഫ്റ്റർ ദാറ്റ് ഐ വർക്ക് ഫോർ എ നെതർലാൻഡ്സ് ബേസ്ഡ് കമ്പനി. ഓ അത് ഒരു സ്റ്റാഫിംഗ് കമ്പനി ആയിരുന്നു, ഒരു സോഫ്റ്റ്വെയർ സ്റ്റാഫിംഗ് കമ്പനി. കൊച്ചിയിലാണോ? കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഐ വാസ് പാർട്ട് ഓഫ് എ ടീം that is really thankful with that team. I was with that team to build a mobile application. ഓക്കെ. So basically this product is built for global enterprise customers. Like എയർലൈൻസിന് വേണ്ടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാനവിടെ മൊബൈൽ ഡെവലപ്പറായിട്ട് കയറിയിട്ട് ഒരു സൊല്യൂഷൻ ആർക്കിടെക്റ്റായിട്ടാണ് നമ്മളവിടെ നിന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്യുന്നത്. So at that time, like when I was stepping out from that role, 35 plus airlines were using that product globally. So അങ്ങനെയാണ് നമുക്ക് മനസ്സിലായത് ഈ ഒരു നെതർലാൻഡ്സ് ബേസ്ഡ് കമ്പനി ആണെങ്കിൽ ഐ വാസ് പാർട്ട് ഓഫ് എ സ്വീഡിഷ് ടീം. സോ ഇറ്റ് വാസ് എൻ ഔട്ട്സോഴ്സിംഗ് കമ്പനി, റൈറ്റ്? ഐ വാസ് വെരി ക്ലോസ്ലി വർക്കിംഗ് വിത്ത് സ്വീഡിഷ് പീപ്പിൾ. സോ അലോങ് വിത്ത് ദെയർ ഫൗണ്ടേഴ്സ്. ആ ഒരു പ്രൊഡക്റ്റ് ലൈഫ് സ്റ്റൈൽ, ആ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ ബിൽഡ് ചെയ്യാം, ഒരു എൻ്റർപ്രൈസിനെ എങ്ങനെ സെല്ല് ചെയ്യാം, എങ്ങനെയാണ് അവരെ കൺവിൻസ് ചെയ്യുന്നത്, ആ ഒരു പാറ്റേൺ ദാറ്റ് ഇൻസ്പയർഡ് മീ. ലൈക്ക് ബേസിക്കലി ദ ഫൗണ്ടേഴ്സിൻ്റെ ട്രൈറ്റും എങ്ങനെ ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളൊരു സ്റ്റോറിയും ദാറ്റ് ഹെൽപ്പ് മീ ടു സ്റ്റാർട്ട് ദിസ്. അതാണ് സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ. ഏത് ഇയറാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്? ട്രാൻസ്മിയോനാണ്. സോ ഞാൻ 2016 എൻ്റെ പഴയ ജോബിൽ നിന്ന് റിസൈൻ ചെയ്യുന്നത്. ഐ വാസ് തിങ്കിങ് അബൌട്ട് സ്റ്റാർട്ടിങ് സംതിങ് മൈ ഓൺ ഫ്രം ഡേ വൺ ഇറ്റ് സെൽഫ് ആഫ്റ്റർ ദി കോളേജ് ഡേയ്സ്. കോളേജിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺട്രപ്രണറിയലായിട്ട്? അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ ഐ വാസ് ലൈക്ക്, ബിക്കോസ് മൈ മൈൻഡ് വാസ് ലൈക്ക് ഐ വാണ്ട് ടു ബിൽഡ് എ വെരി ഗുഡ് കമ്പനി. ടു ഗെറ്റ് ദാറ്റ് ഐ നീഡ് സം എക്സ്പീരിയൻസ്. സോ ഐ വർക്ക് ക്ലോസ്ലി വിത്ത് ദ ഫൗണ്ടേഴ്സ് ആൻഡ് ദി കസ്റ്റമേഴ്സ്. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ. സോ 2016 നമ്മളൊരു കരിയർ ഗ്യാപ്പ് ഉണ്ട്. എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കരിയർ ഗ്യാപ്പ് അല്ല, പർപ്പസ്ഫുള്ളി നമ്മുടെ ഒരു കോൺഷ്യസ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയാണ്. ബ്രേക്ക് അല്ലായിരുന്നു. നമ്മൾ 2016 to 2017 ഐ വാസ് ലുക്കിംഗ് ഫോർ, ഡു ഐ റിയലി നീഡ് ടു സ്റ്റാർട്ട് ദിസ് കമ്പനി ഓർ നോട്ട്. അതായിരുന്നു മെയിൻ ഗോൾ. അവിടുത്തെ ഒരു സോട്ട് അനാലിസിസ് എന്തായിരുന്നു? ബേസിക്കലി ഐ വാണ്ട് ടു സ്റ്റാർട്ട് സംതിങ് ഇൻ ദ ന്യൂ ജനറേഷൻ ടെക്നോളജീസ്. ഓക്കെ. ഇപ്പോൾ ബാക്ക് ഇൻ 2014 ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു പേപ്പർ കട്ടിംഗ് ആണ് കണ്ടത്. ആ ഒരു പേപ്പർ കട്ടിങ്ങിൽ ഇങ്ങനെ കണ്ടു, ഒരു ഓയിൽ പൈപ്പ് ലൈനിൽ തെഫ്റ്റ് നടന്നിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ തെഫ്റ്റ് ഹാപ്പൻഡ് ഫോർ എ ലോങ് ടൈം. പക്ഷേ ദ ഡിറ്റക്ഷൻ വാസ് വെരി ഡിഫിക്കൽട്ട്. അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മെസ്സേജ് കണ്ടപ്പോഴാണ് ഐ വാസ് ക്യൂരിയസ്, എന്തുകൊണ്ടാണ് ഇത്രയും റിച്ച് ആയിട്ടുള്ളൊരു ഓയിൽ കമ്പനിക്ക് ഇങ്ങനെയുള്ളൊരു ഇൻസിഡൻറ്റിനെ ടെക്നോളജി വഴി സോൾവ് ചെയ്യാൻ പറ്റാത്തത്. ദാറ്റ് വാസ് എ തോട്ട് പ്രോസസ്. അപ്പോൾ എനിക്ക് ഈ ഓയിൽ ആൻഡ് ഗ്യാസുമായിട്ട് വലിയ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. ഐ വാസ് പ്യുവർലി ഇൻ സോഫ്റ്റ്വെയർ ബാക്ക്ഗ്രൗണ്ട്. ഐ ഫോർച്ചുനേറ്റ് ടു കണക്ട് വിത്ത് ദിസ് പീപ്പിൾ ബൈ ലൈക്ക് ടു ഡിസ്കസ് ദീസ് പോസിബിലിറ്റീസ്. ആ സമയത്ത് ആണ് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ ആ 2016 ടൈമിൽ പീപ്പിൾ വാക്ക് ഓൾമോസ്റ്റ് 8 kilometers per day. People walk? Yeah, along with the pipeline to see if there is someone is approaching their pipeline, do an illegal construction or not. Someone is excavating near to it. അങ്ങനെ ഒരു ആണ് മെത്തഡോളജി ഫോളോ ചെയ്യണേ. കണ്ടിട്ടില്ല, സബോട്ടേജ് അറ്റംപ്റ്റ് ഓർ എന്തെങ്കിലും എൻക്രോച്ച്മെന്റ് ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും ചെയ്യുന്നൊരു പ്രാക്ടീസാണ്. അപ്പം ഞാൻ നോക്കി, ഓക്കെ, വൈ വി ആർ നോട്ട് ഏബിൾ ടു സോൾവ് ഇറ്റ്? ക്യാമറ വെച്ചാൽ പോരെ? അതായിരുന്നു ഫസ്റ്റ് തോട്ട് പ്രോസസ്. അല്ലെങ്കിൽ വി വിൽ ഗോ വിത്ത് IoT സെൻസേഴ്സ്. അപ്പം അങ്ങനെ നോക്കി ചിന്തിച്ചപ്പോഴാണ് അത് ശരിയാവത്തില്ല. കാര്യം ക്യാമറ വെച്ചാലോ IoT സെൻസർ ആണെങ്കിൽ കണക്ടിവിറ്റി ഈസ് എ ബിഗ് പ്രോബ്ലം ആൻഡ് പവർ സപ്ലൈസ് വിൽ ബി അനദർ ബിഗ് പ്രോബ്ലം. ലൈക്ക് പിന്നെ മെയിൻ്റനൻസ് ഈസ് വെരി എക്സ്പെൻസീവ് സ്റ്റഫ്. സോ മെയിൻറ്റെയിനിങ് ലൈക്ക് ലെറ്റ്സ് സേ ഐ ഹാവ് 1000 kilometer ഓയിൽ ആൻഡ് ഗ്യാസ് പൈപ്പ് ലൈൻ വിച്ച് ഈസ് അണ്ടർഗ്രൗണ്ട്. അവിടെ എല്ലാവരും 100 മീറ്ററിൽ ക്യാമറ വയ്ക്കുക, ഇറ്റ്സ് പ്രാക്ടിക്കലി നോട്ട് പോസിബിൾ, റൈറ്റ്? അങ്ങനെ റിസർച്ച് ചെയ്യുന്ന സമയത്താണ് ഐ ഗോട്ട് ഫെമിലിയർ വിത്ത് ഫൈബർ ഒപ്റ്റിക് സെൻസിങ്. ഫൈബർ ഒപ്റ്റിക് സെൻസിങ്, യെസ്. അപ്പോൾ എന്താണ്? ഫൈബർ കേബിളാണ് ടു വെരി സിമ്പിളാണ്. ഇത് നമ്മുടെ വീട്ടിലേക്ക് ഇൻ്റർനെറ്റ് വരുന്നത് ഫൈബർ ഒപ്റ്റിക് കേബിളിലാണ് മോസ്റ്റ് ഓഫ് ദി ഹോംസ് ദീസ് ഡേയ്സ്, റൈറ്റ്? ഈ സെയിം കേബിളിനെ സെൻസറാക്കുന്ന ഒരു ടെക്നോളജിയാണ് ഫൈബർ ഒപ്റ്റിക് സെൻസിങ്. വിച്ച് മീൻസ് നമ്മൾ ടെലികമ്മ്യൂണിക്കേഷന് വേണ്ടിയല്ലാതെ ഇതിനെ സെൻസിങ് പർപ്പസിന് കൂടെ ഉപയോഗിക്കാം വിത്തൗട്ട്
ഹാമ്പറിങ് ടെലികമ്മ്യൂണിക്കേഷൻ പർപ്പസ്. ഓ അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ റീപർപ്പസ് ചെയ്യുവാണ് സെയിം കേബിളിനെ ആഹാ വിത്തൗട്ട് ഡാമേജിങ് ദി ഒറിജിനൽ പർപ്പസ്. ഓക്കെ അപ്പോൾ കസ്റ്റമറിനെ സംബന്ധിച്ച് റീഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല, പുതിയൊരു ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ദേ വിൽ ബി യൂട്ടിലൈസിങ് ദി എക്സിസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ. നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ നമ്മൾ SWOT അനാലിസിസിനെ കുറിച്ചല്ലേ പറഞ്ഞത്, അത് നോക്കുന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോൾ എത്ര ഫൈബർ ഉണ്ടെന്നാണ് നമ്മൾ നോക്കിയത്. ഓക്കെ അങ്ങനെ നോക്കിയപ്പോൾ വേൾഡിൽ മോർ ദാൻ 15 to 17 million ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് ഓൾറെഡി ലെയ്ഡ് ആണ്. ഓക്കെ ആൻഡ് ദിസ് ക്യാൻ ലാസ്റ്റ് മോർ ദാൻ 30 years. സീറോ മെയിൻ്റനൻസിൽ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സെൻസിങ് ടെക്നോളജീനെ കുറിച്ച് ഫെമിലിയാരിറ്റി വന്നു. ആരൊക്കെയാണ് ഇതിൽ മേജർ പ്ലെയേഴ്സ് എന്ന് നോക്കി. ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് എനി ബാക്ക്ഗ്രൗണ്ട് ഹാർഡ്വെയർ അറ്റ് ഓൾ. സോ ആ സമയത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ മേജർ ഒരു 6 പ്ലെയേഴ്സാണ് അവിടെ 20 years മുന്നേ തുടങ്ങി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2000-ലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പ്ലെയേഴ്സ് ഉണ്ട്. ആരൊക്കെയാ? So some companies from Germany, some companies from UK, some from US, they are manufacturing in these kind of companies. They are very big companies. അപ്പോൾ മനസ്സിലായി ഈ സാധനം വളരെ യൂസ്ഫുൾ ആണ്, ബട്ട് ദി അഡോപ്ഷൻ റേറ്റ് വാസ് വെരി ലെസ്. ഓക്കെ ദെൻ ഐ വാസ് വെരി ക്യൂരിയസ് വൈ ദി അഡോപ്ഷൻ ഇല്ലാതെ ഒരു ടെക്നോളജി ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും ബിഹൈൻഡ്. വാട്ട് ഈസ് ദ റീസണിങ് ബിഹൈൻഡ് ഇറ്റ്? സോ ദെൻ വി ഫോണ്ട് ദാറ്റ് ഓക്കെ നല്ല ഹാർഡ്വെയർ ആണ്, ഇറ്റ് ജനറേറ്റ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ. ഓക്കെ വിച്ച് മീൻസ് ലൈക്ക് നമ്മളിപ്പോൾ ഒരു 3-4 നെറ്റ്ഫ്ലിക്സ് ഒരേ സമയം 4K സ്ട്രീം ചെയ്യുവാണ്, മൂവി സ്ട്രീം ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അത്രയും ബാൻഡ് വിഡ്ത്താണ് ഓരോ സെക്കൻഡിലും. വിച്ച് മീൻസ് ലൈക്ക് 5 GB, 10 GB, 24 GB, 1 TB, that kind of data is getting dumped in real time per second oh in this hardware. അപ്പോൾ ഇൻ 2016 ആണല്ലോ. അപ്പോൾ ആ സമയത്ത് ഹാർഡ്വെയർ ഒരു മെമ്മറി കാർഡിൻ്റെ പ്രൈസൊക്കെ നമുക്ക് അറിയാമായിരിക്കും. 128 മെമ്മറി കാർഡ് മൊബൈലിൽ വെക്കാൻ വേണ്ടി വരെ നമ്മൾ വളരെ എക്സ്പെൻസീവ് ആയിട്ടാണ് നമ്മൾ സമയം കൺസിഡർ ചെയ്തിരുന്നത്. ഇപ്പോഴും എമൗണ്ട് കൂടിയിട്ടാ? ഇപ്പോൾ റീസെൻറ്റ് ക്രൈസിസിൽ കൂടി, ശരിയാണ്. സോ വാട്ട് ഹാപ്പൻസ് ഈസ് ലൈക്ക് അതായിരുന്നു ആ ഹാർഡ്വെയർ കമ്പനീസിൻ്റെ ചലഞ്ചിങ്. സ്റ്റോറിങ് ദ ഡാറ്റ ഇൻ റിയൽ ടൈം, ഗെറ്റിംഗ് ദ അനലറ്റിക്സ് ഇൻ റിയൽ ടൈം, ടേക്കിംഗ് ദ ഡിസിഷൻ ഇൻ റിയൽ ടൈം വാസ് വെരി ചലഞ്ചിങ്. അത് ക്ലൗഡിലേക്ക് അയക്കേണ്ട ഒരു ക്ലൗഡിലേക്ക് നമുക്ക് ഇത്രയും ഡാറ്റ ഒരേ സമയം പമ്പ് ചെയ്യാൻ അത് വലിയൊരു ചലഞ്ചിങ് ടാസ്ക് ആവും. അതെ. പിന്നെ 2016 വെൻ വി സ്റ്റാർട്ടഡ് റിസർച്ച്, ക്ലൗഡ് അത്ര ഫെമിലിയറിറ്റി ഇല്ല. ക്ലൗഡ് അഡോപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. അഷ്യൂറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പമ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ ആ സമയത്ത് ഇന്ത്യയിലേക്ക് നോക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഓൺ പ്രൊമിസസിൽ ഓടിക്കണം. പിന്നെ എനിക്ക് മനസ്സിലായി ഓക്കെ ഇത് പ്രോസസ്സ് ചെയ്യണമെങ്കിൽ റെഗുലർ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് പ്രോപ്പർ അൽഗോരിതമിക് ഡീപ്പ് ലേണിംഗ് വർക്ക് ലോഡ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ SWOT അനാലിസിസിൽ മനസ്സിലാക്കിയപ്പോൾ ടെക്നോളജി സൈഡ് വി വിൽ ബി ഏബിൾ ടു സോൾവ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതായത് പ്രോസസ്സിങ് ചലഞ്ചാണ്, വിച്ച് മീൻസ് ബിക്കോസ് ഓഫ് ദി ഹാർഡ്വെയർ ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ് അവരത് ചെയ്തിട്ടില്ല. അതിൽ 2 AI വാസ് നോട്ട് ദാറ്റ് ഫെമിലിയർ അറ്റ് ദാറ്റ് ടൈം. സോ നോർമൽ ഈഫെൽസ് കണ്ടീഷൻസ്, ഡിസിഷൻസ്, ത്രഷോൾഡ് അങ്ങനെ വെച്ചിട്ടാണ് അവരത് സോൾവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വി ഹാവ് എ ബ്യൂട്ടിഫുൾ പ്രോബ്ലം ഇൻ ഫ്രണ്ട് ഓഫ് യു നൗ. എ സ്ട്രോങ് മാർക്കറ്റ് ദാറ്റ് ക്യാൻ അഡോപ്റ്റ് ആൻഡ് അബ്സോർബ് ദിസ് ടെക്നോളജി എന്നുള്ളത് ക്ലിയറായി. ബിക്കോസ് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 60,000 കിലോമീറ്റർ പൈപ്പ് ലൈൻസ് ഉണ്ട് ഇന്ത്യയിൽ. ദാറ്റ് ഈസ് ഗോയിങ് ടു എക്സ്പാൻഡ് അപ് ടു 100,000 കിലോമീറ്റേഴ്സ് വെരി സൂൺ. ഇതിനെല്ലാത്തിനും ഫൈബർ കേബിൾ ഉണ്ട്. അപ്പോൾ ഇമ്മീഡിയറ്റ് ഗോ ടു മാർക്കറ്റ് പൈപ്പ് ലൈൻസ് ആണ്. അതെ. പിന്നെ നോക്കുമ്പോൾ റെയിൽ ട്രാക്ക്, റെയിലിൻ്റെ കൂടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഓൾറെഡി ഉണ്ട്. ഇഫ് യു ടേക്ക് എ ലുക്ക് അറ്റ് എവറി റോഡ്സ് they have laid fiber optic cable 15 years before itself. അപ്പോൾ നമ്മുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പഴയ സിംഗിൾ മോഡും മൾട്ടി മോഡും ആയിട്ടുള്ള ഏത് ഫൈബറിലും ഇത് വർക്ക് ചെയ്യും ഈ ഹാർഡ്വെയർ. അപ്പം ഞങ്ങളുടെ കുറച്ചും കൂടി ഒരു USP എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ്വെയർ അഗ്നോസ്റ്റിക് ആണ്. അപ്പോൾ ഏത് ഹാർഡ്വെയർ ആണ് നമ്മുടെ കസ്റ്റമറിന് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നത് അത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമ്മുടെ സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കീ USP. എന്നിട്ട് നമ്മൾ അതിൽ എക്സൽ ചെയ്യുക. സോ ദിസ് ഈസ് ഹൗ വി സ്റ്റാർട്ട്. ഇൻട്രസ്റ്റിംഗ്. ലെറ്റ്സ് സേ നിങ്ങൾ SWOT അനാലിസിസിന് തിരിച്ചു വരാം. ഈ ഒരു ഹാർഡർ പ്രോബ്ലം ആണ്. ഇറ്റ് ടേക്സ് ഇയേഴ്സ്. മറ്റേ പോലെ സോഫ്റ്റ്വെയർ പോലെ ഒരു ഗിറ്റ്ഹബിൽ കിട്ടുന്ന സംഭവമല്ല. സോ ഹൗ ഡു യു കൈൻഡ് ഓഫ് ഡിസൈഡ് ഓക്കെ ഇറ്റ്സ് ഗോയിങ് ടു ബി ടേക്കിംഗ് 10 years or maybe 20 years എടുക്കും? ആ ഒരു കൺവിക്ഷൻ എങ്ങനെയാണ്?
ആസ് എ ഫൗണ്ടർ? ഫസ്റ്റ് ഇത് ചോദിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് KPH മീറ്റപ്പിൽ എൻ്റെ അടുത്ത് 2 10ാം ക്ലാസ് കഴിച്ച പിള്ളേർ പറഞ്ഞു, അവർ പറഞ്ഞു ഡീപ് ടെക് കമ്പനി തുടങ്ങാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല, ബട്ട് ഇറ്റ് ടേക്സ് ഇയേഴ്സ് കേട്ടിട്ടുണ്ട്. യൂഷ്വലി ഡീപ് ടെക് ഇറ്റ്സ് എ ലോങ് ഇയേഴ്സ് പ്രോസസ്സാണ്. അപ്പോൾ ആ ഒരു കൺവിക്ഷൻ എങ്ങനെയാണ് ആസ് എ ഫൗണ്ടർ യു ഗോട്ട്? സോ നമ്മൾ വെരി സിമ്പിളായിട്ട് ഒരു പേപ്പറിൽ എഴുതുക. അപ്പോൾ എഴുതിയിൽ ഞാൻ എഴുതി എന്താ ഞാൻ സോൾവ് ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഫെമിലിയർ, ദ ഇൻഫ്രാസ്ട്രക്ചർ ഈസ് നോട്ട് എറ്റ് ഹിയർ ഇൻ ഇന്ത്യ ഓർ എനിവർ. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ലൈക്ക് നമ്മൾ കുറച്ച് നാൾ 3-4 വർഷം എടുക്കും ഇത് ബിൽഡ് ചെയ്ത് പ്രൊഡക്റ്റായി സ്റ്റെബിലൈസ് ചെയ്ത് വരാൻ. പിന്നെ അടുത്ത ബിഗ്ഗർ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് നമ്മളൊരു പ്രൊഡക്റ്റ് സെല് ചെയ്യുമ്പോൾ ചുമ്മാ സെല് ചെയ്യുന്നില്ല, ഇത് ലൈക്ക് ലോങ് ഡിസ്റ്റൻസ് പൈപ്പ് ലൈൻസ്, ഹൈ വാല്യൂ അസറ്റ്സ്, ഹൈ സെക്യൂരിറ്റി അസറ്റ്സ്, ഡിഫൻസിൻ്റെ ബോർഡറൊക്കെ ആണെങ്കിൽ ഹൈ സെക്യൂരിറ്റി അസറ്റ്സ്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് വി നീഡ് ദാറ്റ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഗെയിൻ ചെയ്യണം. അതായത് ഒരു പൈപ്പ് ലൈനിൽ നമ്മൾ ഡിപ്ലോയ് ചെയ്ത് 3 ഇയർ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ അതെല്ലാം നമ്മൾ എഴുതി വെച്ചു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായത് എൻട്രി ബാരിയർ ഈസ് വെരി ഹൈ. അതെ, അതായത് ഞാനൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി, നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി, ഇഫ് ഐ ആം ഏബിൾ ടു പ്ലേസ് ഇറ്റ്, ദെൻ ദിസ് വിൽ ഗോ ഫോർ എ ലോങ് റൺ. ദെൻ സ്കെയിൽ വിൽ ബി വെരി ഈസി. ഈസി ഇൻ ദ സെൻസ് ലൈക്ക് ഇറ്റ് വിൽ ബി എ കാൽക്കുലേറ്റഡ് തിങ്. സോ എത്ര സമയം എടുക്കും എന്നുള്ളതാണ് ഫസ്റ്റ് ടാർഗറ്റ്. സോ ഐ തോട്ട് ദാറ്റ് ഓക്കെ, പ്രീ റവന്യൂ സ്റ്റേജ് വി പ്ലാൻഡ് ഫോർ 5 years. ഓക്കെ, 5 ഇയേഴ്സോളം പ്രീ റവന്യൂ സ്റ്റേജിൽ ഓക്കെ നടക്കാം. പക്ഷേ ചുമ്മാ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാനോട്ട് ഗെറ്റ് ഇൻ ടു ദിസ് മാർക്കറ്റ് അറ്റ് ഓൾ. സോ ഫണ്ട് റേസ് അല്ല ഏറ്റവും ആദ്യം ചെയ്യേണ്ടതെന്ന് പറയും. അല്ല, വി നീഡ് ടു പ്ലാൻ ദീസ് കൈൻഡ് ഓഫ് ലൈക്ക് നല്ല റിസർച്ച് കമ്പനീസും യു ക്യാൻ സീ ദാറ്റ്. അങ്ങനെ ചെയ്യുന്ന എല്ലാ കമ്പനീസും പ്ലാൻ ചെയ്യും എങ്ങനെയാണ് ഒരു നല്ല R&D പാർട്ട്ണറിനെ കിട്ടുക ടു ആക്സസ് ദീസ് ഹൈ വാല്യൂ അസറ്റ്സ്. അങ്ങനെ ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഫസ്റ്റ് ഇൻവെസ്റ്ററിനെ നമ്മുടെ കമ്പനിയിലേക്ക് ഓൺബോർഡ് ചെയ്തത്. ആരാണ് ഫസ്റ്റ് ഇൻവെസ്റ്റർ? ഫസ്റ്റ് ഇൻവെസ്റ്റർ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ആണ്. സോ വൺ ഓഫ് ദി റിനൗൺഡ് ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനി ഇൻ ദ കൺട്രി. HPCL, യെസ്. നമ്മുടെ കേരളത്തിലെ ഫസ്റ്റ് PSU ഇൻവെസ്റ്റഡ് സ്റ്റാർട്ടപ്പാണ്. അതായത് പ്രോപ്പർ ഇക്വിറ്റി ഹോൾഡിംഗ് സ്റ്റാർട്ടപ്പാണ്. HPCL ഹോൾഡ് ചെയ്യുന്ന സ്റ്റാർട്ടപ്പാണ് ട്രാൻസ്മിയോ. സോ വി ക്ലോസ് ദിസ് റൗണ്ട് ഇൻ 2017. അപ്പോൾ 17 നമ്മൾ ഗ്ലോബലി കുറേ ആൾക്കാരുടെ അടുത്തൊക്കെ സംസാരിച്ച് വി കൺവിൻസ്ഡ് അബൌട്ട് ദിസ് പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്. എല്ലായിടവും ഉണ്ട്, നോട്ട് ഓൺലി ഹിയർ ഇൻ ഇന്ത്യ, എവ്രിവെയർ. ഇത് എവ്രിവെയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൈപ്പ് ലൈൻസിൻ്റെ കേസ് നോക്കുവാണെങ്കിൽ ഡാമേജും തെഫ്റ്റും അല്ല, അത് കാറ്റസ്ട്രോഫിക് ഡിസാസ്റ്റർ ആവാം ഇഫ് ഇറ്റ് ഈസ് ഗോസ് ഔട്ട് ഓഫ് കൺട്രോൾ. അതുണ്ടല്ലേ, ലീക്സ് വന്നു കഴിഞ്ഞാൽ ഇത് മൊത്തം കണ്ടാമിനേറ്റഡ് ആവുമല്ലോ. സോ ബിക്കോസ് ഓഫ് ദാറ്റ് ലോഡ് ഓഫ് ദീസ് കൈൻഡ് ഓഫ് ഇൻസിഡൻറ്റ്സ്, അതുകൊണ്ടാണ് നമ്മൾ ഹൈലി പ്രിക്കോഷ്യസ് ആയിട്ട് ഈ ആക്ടിവിറ്റീസ് നടത്തുന്നത്. അപ്പോൾ സ്റ്റാർട്ടപ്പ് എക്സംഷൻസും പല കമ്പനീസ് കൊടുക്കാത്തതും ഇതാണ് റീസൺ. ബിക്കോസ് ഇറ്റ്സ് ഹൈ വാല്യൂ അസെറ്റ്, വളരെ സെക്യൂരിറ്റി റിസ്ക് ഉള്ളതാണ്. സോ ദാറ്റ് ഈസ് ദ റീസൺ ദേ ആർ റിയലി keen on having the years of experience in that. Correct. അത് മാത്രമല്ല അവർ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യും. ആർ യു ഏബിൾ ടു ഡെലിവർ ദ റിസൾട്ട് ദാറ്റ് വി എക്സ്പെക്ട്. നമ്മുടെ കേസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺട്രോൾ റൂമിലേക്ക് ഒരു സോഫ്റ്റ്വെയർ ആയിട്ടാണ് വരുന്നത്. 24/7 യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതായത് എല്ലാ ഷിഫ്റ്റിലും they want to protect this asset properly and monitored properly. So this has to be used, trained, maintained. അപ്പോൾ നമുക്ക് SLAs എല്ലാം അവർ തരും, അതെല്ലാം കംപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിൽ കണ്ടിട്ടാണ് ഇതെല്ലാം ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. 5 year ജേണി എങ്ങനെ നമുക്ക് 5 yearൽ ആസ് എ പ്രീ റവന്യൂ കമ്പനി ആസ് എൻ OEM ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാമെന്നുള്ളതായിരുന്നു. അപ്പോൾ 2018 വി സ്റ്റാർട്ടഡ് ഫസ്റ്റ് പ്രൊജക്റ്റ്. പ്രീ റവന്യൂ പറയുമ്പോൾ യു ഡോണ്ട് ഹാവ് റവന്യൂ ബട്ട് ദ ഇൻവെസ്റ്റ്മെന്റ് ഫ്രം ദ HPCL. ബട്ട് അങ്ങനെയല്ല, പ്രീ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് റവന്യൂ ഉണ്ടാവും. ഓക്കെ, it's not a zero pre-revenue stage company. Pre-revenue in the sense like not a sizable kind of revenue, but you will getting revenue from pilots, you get from a trial deployments or trial scale deployments. So like when we started, right, for like our first implementation was 40 kilometers. It took around 18 months for us to complete. Okay. Why? Because we were building everything together and design partner പോലെ ഒരു ഡിസൈൻ പാർട്ണർ സ്റ്റേജ് പോലെ അങ്ങനെയല്ല. മോർ ഇമ്പോർട്ടൻ്റ്ലി നമുക്കിതെല്ലാം ട്രയൽ ചെയ്യണമല്ലോ. ഓക്കെ, സോ നമ്മൾ ഉണ്ടാക്കിയ പ്രോഡക്റ്റിനെ നമ്മൾ ഡിപ്ലോയ് ചെയ്യണം. ദേ ഹാവ് ടു യൂസ് ഇറ്റ്. വി വാണ്ട് ടു ഗെറ്റ് ദ ഫീഡ്ബാക്ക് ഫ്രം ദം. എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ, അവരുടെ എക്സ്പെക്റ്റേഷൻ നമ്മൾ മീറ്റ് ചെയ്തു. എന്നാൽ മാത്രമല്ലേ ഒരു കസ്റ്റമർ നമുക്ക് വീണ്ടും ഓർഡർ തരത്തുള്ളൂ. സോ വി
waited for that aha moment for to get scaled. So we successfully scaled after that up to 3,800 kilometers Wow, 15 for the same customer സെയിം കസ്റ്റമർ. ഓ നൈസ്. across the country. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഡക്റ്റ് ഡിഫറെൻറ്റ് ആൾക്കാരാണ് ഉപയോഗിക്കുന്നത്. മോർ ദാൻ 1000 യൂസേഴ്സൊക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് കൺട്രോൾ റൂമിൽ 24/7 റിഗ്രസ്ലി യൂസ് ചെയ്യുവാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ സ്റ്റെബിലൈസേഷൻ അവർ നോട്ട് ഓൺലി ദ മെച്യൂരിറ്റി വിൽ ഓട്ടോമാറ്റിക്കലി കംസ് ബിക്കോസ് ദ മോഡൽസ് ആർ ഓൾറെഡി ദർ, അവർ ഡിപ്ലോയ്മെൻറ്റ്സ് ആർ ഗോയിങ് ഓൺ. നോട്ട് ഓൺലി ദാറ്റ്, ദ കസ്റ്റമർ ഈസ് യൂസിങ് ഇറ്റ് ആൻഡ് വെരിഫൈയിങ് ഇറ്റ്. വാട്ട് ഈസ് ദി അലാം ഈസ് വിച്ച് അലാം ഈസ് ജനറേറ്റഡ് ആൻഡ് is it actually happening in the field or not. They will go and verify it. They have an SLA in place, they have an SOP in place for to verify it. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്കൊരു കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ആദ്യമായിട്ട് നമ്മുടെ കയ്യിലേക്ക് വരുന്നത്. സേസ് ദാറ്റ് ഓക്കെ യു സക്സസ്ഫുള്ളി ഡിപ്ലോയ്ഡ് ദിസ് and we tried it for 3 years, 4 years, 5 years, like that. Then you can use this to participate in any tenders in the country. ഓ എൻട്രി വെരി സ്ട്രോങ് ആണ്, ഹാർഡ് ആണ്, very hard ആണ്. പക്ഷേ അത് once you close that it becomes easier. So that investment helped us to get in. Makes sense. Why? Because it's like as part of the request I asked HPCL also in this 40-kilometer pilot, I need these kind of pilot engagement with you. They said that okay, we will, because this is also part of government initiative, we will take care of that. In my SHA, if you take a look at it, it's like they clearly said that okay, you develop this, you try this in this location, then only we will give you the money. Oh, so the first investment even that is came after 18 months, after like over a period of time, not in 18 months. SHA lasted, but everything is milestone. So they evaluated. ഒരു ഗുഡ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാം സബ്ജക്ട് മാറ്റർ എക്സ്പേർട്സ് ആണ്. യു ആർ ടോക്കിംഗ് ടു 30-40 years of experienced pipeline engineers. അവിടേക്കാണ് പൈപ്പ് ലൈനിൽ ഒരു എക്സ്പീരിയൻസും ഇല്ലാത്തൊരു ഫൗണ്ടർ വന്നിട്ട് പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യുന്നത്. ദാറ്റ് എക്സ്പീരിയൻസ് ഐ ട്രാവൽഡ് അക്രോസ് ഓൾ ദി ലൊക്കേഷൻസ് ഓഫ് ദീസ് ഓയിൽ കമ്പനീസ്. ആരൊക്കെ എൻ്റെ കസ്റ്റമർ ഉണ്ടോ അവരുടെ എല്ലാ ലൊക്കേഷൻസിലും ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. എല്ലാ റിഫൈനറീസും പൈപ്പ് ലൈൻ ലൊക്കേഷൻസിലും ഞാൻ പോയിട്ടുണ്ട്. പൈപ്പ് ലൈൻ സെൻട്രിക്കിൽ ഐ ഇൻട്രാക്റ്റഡ് വിത്ത് ഓൾമോസ്റ്റ് ഓൾ ദ പീപ്പിൾ ഹൂ യൂസ്ഡ് മൈ പ്രോഡക്റ്റ്. കോൺഫിഡൻ്റ്ലി ഐ ക്യാൻ സേ ദാറ്റ്. അങ്ങനെയാണ് ഫസ്റ്റ് 5 year നമ്മൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയത്. ദെൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് യു ഗോട്ട് ദി എലിജിബിലിറ്റി, വി ടുക്ക് ദാറ്റ് എലിജിബിലിറ്റി ടു അനദർ കസ്റ്റമർ. ഇവർക്ക് മാത്രമല്ലല്ലോ വർക്ക് ചെയ്യണത്, വേറെ എല്ലാവർക്കും വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പ് വരുത്തണമല്ലോ. സോ വി ടുക്ക് ദിസ് മോഡൽ ടു ദിസ് പ്രോഡക്റ്റ് ടു അനദർ കസ്റ്റമർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മളൊരു ലൈക്ക് ഓഫ് ഷെൽഫ് പ്രോഡക്റ്റ് പോലെ ആക്കിയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. സോ ഇറ്റ് ക്യാൻ ബി പ്ലഗ് ആൻഡ് പ്ലേ ഇൻടു എനി അതർ തിങ്സിനുള്ള സംഭവം. വെരി സിമ്പിൾ. സോ ദ കോർ എഞ്ചിനീയറിംഗ് AI സൊല്യൂഷൻ, ഫസ്റ്റ് പ്രിൻസിപ്പിൾ ബേസ്ഡ് AI സൊല്യൂഷൻസ് ആണ് നമ്മൾ ബിൽഡ് ചെയ്തേക്കുന്നത്. ഒരു 16 പ്രൊപ്രൈറ്ററി അൽഗോരിതംസ് നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട് ഫോർ സിഗ്നൽ പ്രോസസ്സിംഗ്, for high performance computing, seasonalities, trends, noise filtrations, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ ഡീപ്പ് ലേണിംഗ് അൽഗോരിതംസ് നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഇൻ റിയൽ ടൈമിൽ റൺ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് OneView. ദാറ്റ് ഈസ് മൈ പ്രൊഡക്റ്റ് നെയിം. ഇൻട്രസ്റ്റിംഗ്. ഇപ്പോൾ മനസ്സിലായില്ലേ, ഇതാണ് പ്രൊഡക്റ്റ്. വലിയ സ്റ്റോറി ആയി പോയല്ലേ. പക്ഷേ കുഴപ്പമില്ല. ഐ തിങ്ക് അത് അത്രയും ഡെപ്ത് ഉള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഇറ്റ് ടേക്സ് ടൈം ടു എക്സ്പ്ലെയിൻ, ബട്ട് ഗ്ലാഡ് വി കുഡ് എക്സ്പ്ലെയിൻ ഇറ്റ്. നൗ ഒരു മനസ്സിലായെന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ മൈൽ സ്റ്റോൺസ് പറയുകയാണെങ്കിൽ ലെറ്റ്സ് സേ 3 years കഴിഞ്ഞു, പിന്നെ 5 year ഇൻടു ജേർണി, ലെറ്റ്സ് സേ ഒരു കോവിഡ് ടൈം, ആ സമയത്തുള്ള ഒരു ചിലപ്പോൾ ഇൻഡസ്ട്രീസ് ഡിഫറെൻ്റ് ആയിരിക്കും, മാറിയിട്ടുണ്ടോ? വാട്ട് ഹാപ്പൻഡ് ഇൻ ദ കോവിഡ് ടൈമിൽ? ഞങ്ങൾ അഗ്രസീവായിട്ട് ഡിപ്ലോയ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുക. കാര്യം മാൻ പവർ അവൈലബിലിറ്റി ഭയങ്കരമായിട്ട് കുറഞ്ഞു. ആ സമയത്ത് നമ്മൾ സ്കെയിൽ ഇംപ്ലിമെൻറ്റേഷൻ നടത്തുമായിരുന്നു. അതുകൊണ്ട് ലൈക്ക് ഒരു എക്സ്പാൻഷൻ ഫേസാണ്, പക്ഷെ ഒരു കോൺസെൻട്രേറ്റഡ് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഫേസും കൂടിയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേറെ എൻഗേജ്മെൻറ്റ്സ് ഒന്നുമില്ല, ടീമിനും വേറെ എൻഗേജ്മെൻറ്റ്സും ഇല്ല. അപ്പം നമ്മൾ കറക്റ്റായിട്ട് ആ ടൈം യൂസ് ചെയ്തു. ആ സമയത്താണ് നമ്മൾ ചെയ്തത്, നമ്മുടെ ഒരു ഹൈ കോസ്റ്റ് വരുന്ന ഒരു വെർച്വലൈസേഷൻ ലെയർ ഉണ്ടായിരുന്നു. നമ്മളതിനെ കംപ്ലീറ്റ്ലി നമ്മൾ ഗ്രൗണ്ട് അപ്പ് ഓപ്പൺ സോഴ്സിലേക്ക് മാറുകയും അതിനെ കസ്റ്റമൈസ് ചെയ്തെടുക്കുകയും ചെയ്തു. അതായത് വളരെ ലോ കോസ്റ്റിൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിനെ വെർച്വലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്തു. അപ്പോൾ വി സ്റ്റാർട്ടഡ് ഫ്രം വെർച്വലൈസേഷൻ ടിൽ ദി എൻഡ് പ്രോഡക്റ്റ്. സോ ഒരു ബെയർ റാക്ക് സെർവർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ ഞങ്ങൾ എൻഡ് ടു എൻഡ് ആണ് നമ്മുടെ പ്രോഡക്റ്റ് സ്റ്റാക്ക് ഇപ്പോൾ, ഇൻക്ലൂഡിങ് ദ കണക്ടിവിറ്റി. അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ കോവിഡ് ടൈമിൽ നമുക്കൊരു ആക്സലറേറ്റഡ് ഫേസിലേക്ക് വന്നു. ദെൻ പാരലലി വി സ്റ്റാർട്ടഡ് ഇൻ ലൈക്ക് 2020 സമയത്താണ്. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത പ്രൊജക്റ്റ് വരുന്നത്. പതുക്കെ
സ്കെയിൽഡ് അപ്പ് ആണ് ചെയ്തുകൊണ്ടിരുന്നത് ഓരോ ഡൊമൈനിൽ. അവർ ഗോൾ ഈസ് ടു ലൈക്ക് ബിൽഡ് ദിസ് കോർ AI പ്ലാറ്റ്ഫോം സ്റ്റെബിലൈസ്ഡ് വെരി വെൽ. സോ വൺസ് ഇറ്റ് ഈസ് സ്റ്റെബിലൈസ്ഡ് യു ക്യാൻ ഡിറൈവ്ഡ് ഇൻ ടു മൾട്ടിപ്പിൾ വെർട്ടിക്കൽസ് വെരി ഈസിലി. കാര്യം നമുക്കതിനൊരു SOPs ഉണ്ട്, അതിൻ്റെ ഒരു എക്കോസിസ്റ്റം ഫോർ ട്രെയിനിങ് ഉണ്ട്. Let's say if I am moving from pipelines to border security force for monitoring the border security, പൈപ്പ്ലൈനിന് ഒരാൾ എക്സ്കവേറ്റ് ചെയ്യുന്നതും ബോർഡർ സെക്യൂരിറ്റിക്ക് ഒരാൾ എക്സ്കവേറ്റ് ചെയ്യുന്നതും സെയിം പ്രോബ്ലമാണ്. ബട്ട് അവരുടെ വർക്ക് ഫ്ലോ ഡിഫറെൻ്റ് ആയിരിക്കും, അത്രയേ ഉള്ളൂ വ്യത്യാസം. സോ അതിന് ഡിഫറെൻറ്റ് സ്കിന്നിങ് ആയിരിക്കാം, ഡിഫറെൻറ്റ് വർക്ക് ഫ്ലോ ആയിരിക്കാം, പക്ഷെ കോർ അൽഗോരിതം റിമൈൻസ് ദ സെയിം. സോ അതിൻ്റെ ലേണിങ്, അഡാപ്റ്റബിലിറ്റി, അതിൻ്റെ സ്കെയിലബിലിറ്റി, അതെങ്ങനെയാണ് ട്രെയിൻ ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് കാലിബ്രേറ്റ് ചെയ്യേണ്ടത്, അതിനെല്ലാം നമ്മൾ SOPs ഡിഫൈൻ ചെയ്തു. സോ മൂവിങ് ഫ്രം വൺ കോർ ഡൊമൈൻ ടു അതർ കോർ ഡൊമൈൻ, ദാറ്റ് വിൽ ബി വെരി ഈസിയർ. സോ വി സ്കെയിൽഡ് ടു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെറ്റ്സ് സേ നിങ്ങളിൽ ഇപ്പോഴും ഇൻ ഹൗസ് ടീം സ്പെസിഫിക് ഫോർ ഇതല്ല, അപ്പോൾ അവിടെ യു ഹാവ് ടു ഹാവ് സബ്ജക്ട് എക്സ്പേർട്സ് ഫോർ അതർ ഇൻഡസ്ട്രീസ് ആവശ്യമുണ്ടാവും. ഇപ്പോൾ അതിനൊരു ക്ലാസിക്കൽ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇമ്മീഡിയറ്റ്ലി പോയത് വെൽ സൈഡിലേക്കാണ്. വെല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിണറല്ല, നമ്മുടെ ഓയിൽ ആൻഡ് ഗ്യാസ് വെൽസ്, കാർബൺ ക്യാപ്ചർ വെൽസ്, കാർബൺ ക്യാപ്ചർ സ്റ്റോറേജ് വെൽസ്, ഇതിലേക്കൊക്കെയാണ് നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്ത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെൽസിൽ എല്ലാനും ഒരു സെൻസർ മുകളിലുണ്ടാവും, ഇൻ്റർമീഡിയറ്റിൽ കുറച്ച് സെൻസറുകളുണ്ടാവും. അങ്ങനെയാണ് അവർ അത് മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നത്. വെൽസിലുള്ള ഒരു റിയൽ സംഭവം പറയുകയാണെങ്കിൽ, ആ വെൽസിൽ എന്താ ശരിക്കും പ്രൊഡ്യൂസ് ആവണേ? അപ്പോൾ ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ അതായത് ക്രൂഡ് ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടാവും. അതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ബേസിക്കലി വെൽസ് ഡ്രില്ല് ചെയ്തിട്ട് നമ്മളെന്താ ചെയ്തതെന്ന് വെച്ചാൽ, ആ ഡ്രില്ല് ചെയ്യണ വെല്ലിൻ്റെ കൂടെ സൈഡിൽ ഒരു സ്ലീവിങ് ഉണ്ടാവും. ആ സ്ലീവ്സിൽ കൂടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇൻജെക്ട് ചെയ്യും. ഓക്കെ. സോ വയർ ലൈനിൽ നമ്മൾ ചെയ്യും സെയിം ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. പീപ്പിൾ ആർ ഡൂയിങ് ദാറ്റ്. അപ്പോൾ കുറേ പാർട്ട്നേഴ്സ് ഉണ്ട് അത് ചെയ്യുന്നത്. അവർ ഇത് ഇൻജെക്ട് ചെയ്യും. അത് ഇൻജെക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഫൈബർ കേബിൾ വൈബ്രേഷൻ സെൻസറും ടെമ്പറേച്ചർ സെൻസറുമായിട്ട് മാറ്റും. വിച്ച് മീൻസ് എവറി സെൻറ്റിമീറ്റർ ഓഫ് ദിസ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വിൽ ആക്ട് ആസ് എ വൈബ്രേഷൻ സെൻസർ ആൻഡ് ടെമ്പറേച്ചർ സെൻസർ. നൗ യു ക്യാൻ ഇമാജിൻ ഒരു വലിയൊരു കിണറിൻ്റെ ഫുൾ ടെമ്പറേച്ചർ പ്രൊഫൈൽ സെൻറ്റിമീറ്റർ വൈസ് നിനക്ക് കിട്ടിയാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. അതെ, വേറെ പ്രൊഡക്ട്സിൻ്റെ എക്സ്ട്രാക്ഷനും. അതെ, എവിടെയാണ് ഫ്രാക്ക് വരുന്നത്, എവിടെയാണ് ഇഞ്ചെക്ഷൻ നടക്കുന്നത്, എവിടെയാണ് ലീക്ക് വരുന്നത്, ഇൻറ്റഗ്രിറ്റി എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, എർത്തിൻ്റെ സെസ്മിസിറ്റി എങ്ങനെയാണ് മോണിറ്റർ ചെയ്യണത്. അപ്പം ഞങ്ങൾക്കൊരു എർത്ത് ക്വേക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മുടെ അൽഗോരിതംസ് വളരെ ഈസി ആയിട്ട് പറ്റും. വിച്ച് മീൻസ് ഐ ക്യാൻ ക്ലിയർലി ഡിസ്റ്റിങ്വിഷ് P waves and S waves ഫ്രം ആൻ എർത്ത് കേക്ക്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്ത്യയിൽ അത്രയും ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എല്ലായിടും ഉണ്ട്. നമുക്ക് ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് ക്യാൻ ബി യൂസ്ഡ് ദ സെയിം ടെക്നോളജി ഫോർ വെരി ഈസിലി. സിമിലർലി നമ്മൾ ചെയ്യുന്നത് മറ്റേ ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ റോക്കിൻ്റെ എറോഷൻ നമുക്കറിയാൻ പറ്റും. കാര്യം അങ്ങനെയുള്ള സമയത്ത് വരുമ്പോൾ ഈ സബ്ജക്റ്റ് മാറ്റർ എക്സ്പെർട്സിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. അപ്പം നമുക്ക് ജിയോ ഫിസിസ്റ്റിൻ്റെ ആവശ്യം വരും, നമുക്ക് അതേമാതിരി പെട്രോളിയം എഞ്ചിനീയേഴ്സ് ഹൂ ഇസ് വർക്ക് ഇൻ പ്രൊഡക്ഷൻ ആവശ്യം വരും, കാർബൺ ക്യാപ്ചർ എക്സ്പെർട്സിന് ആവശ്യം വരും. ആ ഒരു സ്റ്റെപ്പിലേക്ക് നമ്മളൊരു സ്റ്റെപ്പ് വെച്ചപ്പോഴാണ് വി തോട്ട് ദാറ്റ് ഓക്കെ ഗെറ്റിംഗ് ഇൻ ടു അനദർ ഇൻവെസ്റ്റർ ഈസ് റിയലി makes sense. So then we raised a strategic round from Shell. Through their E4 program. Shell is a global player, you know, right? So our intention was to getting to the well side. Because pipelines നമുക്കൊരു സ്റ്റേബിൾ പോർട്ട്ഫോളിയോ ആയി. നൗ വി നീഡ് ടു സ്കെയിൽ ദാറ്റ് പൈപ്പ്ലൈൻ ബിസിനസ്. സിമിലർലി വെല്ലിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷെല്ലിൽ നിന്ന് ഷെല്ലിൻ്റെ E4 പ്രോഗ്രാമിൽ നമ്മൾ ജോയിൻ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് വി ആർ സ്റ്റാർട്ടഡ് ഡിസ്കസിങ് വിത്ത് സബ്ജക്ട് മാറ്റർ എക്സ്പെർട്സ് ഹൂ ഇസ് ഇൻ ദിസ് ഡൊമൈൻ. സോ നമ്മുടെ ഒരു പ്ലാൻഡ് ആക്ടിവിറ്റീസ് ഇതൊന്നും ഇമ്മീഡിയറ്റ്ലി നടക്കൂലല്ലോ. ഇപ്പോൾ 2022 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് 2023 ഞങ്ങൾക്കത് ക്ലോസ് ചെയ്യാൻ പറ്റിയത്. ദെൻ അത് ക്ലോസ് ആയതിനു ശേഷം ഇമ്മീഡിയറ്റ്ലി ഡിസ്കഷൻ വെൻറ്റ് ഇൻ ആൻ ആക്സലറേറ്റഡ് ഫേസ് ബിക്കോസ് ദേ വെർ ഓൾസോ ലുക്കിംഗ് ഫോർ സിമിലർ സൊല്യൂഷൻസ്. ഇവിടെയും ഇന്ത്യയിലും എന്തുകൊണ്ടാണ് ആക്സലറേറ്റഡ് ആയിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ദിസ് വാസ് ലുക്കിംഗ് അഗ്രസീവ്ലി ബൈ ഡിഫറെൻറ്റ് ഓയിൽ കമ്പനീസ് ഇൻ ദ നേഷൻ. അതുകൊണ്ടാണ് ഒരു ആക്സലറേറ്റഡ് ഫേസിലേക്ക് വന്നത്. മാർക്കറ്റ് ഓൾസോ മെച്ചുവേർഡ്. യെസ്, നൗ ദ മാർക്കറ്റ് ഈസ് വെരി മെച്ചുവേർഡ്. നൗ ഇപ്പം ജേണി നമ്മൾ പറയുവാണെങ്കിൽ
നമ്മൾ തുടങ്ങിയ സമയത്തുള്ള കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വരും, ശരിയാണ്, വന്നു, നമുക്ക് നല്ല രീതിയിൽ അഗ്രഷൻ ഗ്രോത്ത് ഉണ്ടായി. ഇപ്പം എനിക്ക് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താണെന്നൊന്നും ആരെയും എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടി വരില്ല. വേൾഡ് എന്താണെന്ന് ആരെയും എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടി വരില്ല. മുമ്പ് നമ്മൾ പറയുമ്പോൾ കൊച്ചിയിൽ നിന്നാണ് ഇതാണ് നമ്മൾ ചെയ്യുന്നത്, വൈ ആർ യു സിറ്റിംഗ് ഇൻ കൊച്ചി എന്നായിരിക്കും ഫസ്റ്റ് ചോദ്യം ചോദിക്കുക. ഓക്കെ, ബട്ട് വി റിമൈൻസ് ലൈക്ക് great talent available here, so it's really good to start from Kochi. That's what I believe. സോ പിന്നെ ഹോം ടൗണും കൂടിയാണല്ലോ, നമുക്ക് ഇപ്പോഴും കണക്റ്റഡ് ആണ്. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ജേണിയാണല്ലോ നമ്മൾ പ്ലാൻ ചെയ്തേക്കണം മനസ്സിലിരിക്കുന്നത്. അഡോപ്ഷൻ ഒരു പ്രശ്നമാണ്. അപ്പോൾ അഡോപ്ഷൻ സ്ലോലി ഗെറ്റിംഗ് ഫ്രം പൈപ്പ് ലൈൻസ്, പാരലലി മൾട്ടിപ്പിൾ ഡൊമൈൻസിലേക്ക് സ്കെയിൽ ചെയ്യണം. കാർബൺ ക്യാപ്ചർ നമ്മൾ പറഞ്ഞാൽ സക്സസ്ഫുള്ളി ഡെലിവർ ചെയ്തു. അപ്പോൾ അത് സ്കെയിലിംഗ് ഫേസിലാണ്. നൗ വി ആർ ഡെലിവേർഡ് ലൈക്ക് 1 well and 2 ഒബ്സർവേറ്ററി വെൽസ് എന്നുള്ള രീതിയിലാണ് പോയിരിക്കുന്നത്. മൾട്ടിപ്പിൾ വെൽസിലേക്ക് നമ്മൾ സ്കെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിമിലർലി ഞാനിങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഇത് ഏതാണ് നെക്സ്റ്റ് അഡ്ജസൻറ്റ് മാർക്കറ്റ് ദാറ്റ് വി ക്യാൻ വർക്ക് വിത്ത്. അപ്പോൾ നമ്മൾ വേറെ 2-3 ഡൊമൈൻസും കൂടെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു വേർ വി ക്യാൻ ഈസിലി ഗ്രോ. വൺ ഈസ് എ സബ്സീ കേബിൾ. സബ്സീ കേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റർനെറ്റ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്നത് മെജോറിറ്റി സാറ്റലൈറ്റ് വഴിയല്ല, കുറേ സബ്സീ കേബിൾ വഴിയും വരുന്നുണ്ട്. ഓക്കെ, സോ വിച്ച് ഈസ് എ കണക്ടിവിറ്റി ഫ്രം യൂറോപ്പിൽ നിന്നൊരു കേബിൾ ഉണ്ടാവും സീയുടെ അടി കൂടെ, ബാക്കിയുള്ള മിഡിൽ ഈസ്റ്റ് സൈഡിൽ നിന്നുണ്ടാവും, പല വഴി കൂടെ ഉണ്ടാവും. എനിക്കറിയത്തില്ല നെറ്റ്വർക്ക് എത്രത്തോളം ഉണ്ടെന്ന്, പക്ഷേ ഇറ്റ്സ് എ ഹ്യൂജ് കോൺട്രിബ്യൂഷൻ. നോക്കുവാണെങ്കിൽ ലാൻഡിലുള്ളതിൻ്റെ അത്രയും തന്നെ സീയിലും നമ്മൾ സബ്സീ കേബിൾസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ദ അഡ്വാൻറ്റേജ് ഫോർ ഇംപ്ലിമെൻറ്റിങ് ദിസ് ഈസ് നമ്മുടെ പ്ലാറ്റ്ഫോം വളരെ സ്റ്റേബിളാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർ ഫിസിക്സ് മോഡൽ ആയതുകൊണ്ടും സിഗ്നൽ പ്രോസസ്സിങ് എൻഹാൻസ്ഡ് ആയതുകൊണ്ടും ഇറ്റ് വിൽ ബി വെരി ഈസി ടു ടേക്ക് ദിസ് പ്രൊഡക്റ്റ് ടു സബ്സീ കേബിൾ. അപ്പോൾ അതൊരു അഡ്ജസൻസിയാണ്. അപ്പോൾ ഞങ്ങൾ പതുക്കെ കുറേ R&Ds ഇൻറ്റേർണലി സ്റ്റാർട്ട് ചെയ്തു, ഹൗ വി ക്യാൻ വർക്ക് ഇൻ ദിസ് റാദർ ദാൻ റീഇൻവെൻറ്റിംഗ് ദ ഹാർഡ്വെയർ വീൽ. വി ഡിസൈഡഡ് ടു ഗോ വിത്ത് സോഫ്റ്റ്വെയർ പ്ലേ ഇൻ ദ സബ്സീ. അങ്ങനെ കുറച്ച് R&Ds നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലെറ്റ്സ് സേ ഈ ഒരു ഇതിലേക്ക് ആ സ്പെസിഫിക് ടാലൻറ്റിൻ്റെ ഒരു സംഭവം ഉണ്ടോ? നമ്മൾ മറ്റേ ആൻഡ്രോയിഡ് ഡെവലപ്പർ പോലത്തെ അല്ലല്ലോ, ഇവിടെ സ്പെസിഫിക് ആണ്. അപ്പോൾ ആ ഒരു ടാലൻറ്റ് എന്തായിരിക്കും? ഇവൻ ലെറ്റ്സ് ഇഫ് സമ്മൺ ഈസ് വാച്ചിങ് ദ എപ്പിസോഡ് ആസ് വെൽ ഹു വാണ്ട്സ് ടു മേ ബി വർക്ക് വിത്ത് ഇൻ ഫ്യൂച്ചർ, അപ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു? നമ്മൾ ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ട്രാൻസ്മ്യൂവിൽ ചെയ്യുന്നത് നമ്മൾ ഫ്രഷേഴ്സിനെ ഹയർ ചെയ്യാറുണ്ട്. ഫ്രഷേഴ്സിന് ഹയർ ചെയ്യുമ്പോൾ അതാണ് ഏറ്റവും നല്ലതും ഞാൻ ഫീൽ ചെയ്യാറ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഡോണ്ട് ഹാവ് എ ബാഗേജ്. ഞങ്ങൾ നോക്കുന്നത് ബേസിക് കമ്പ്യൂട്ടർ സയൻസ്, സിഗ്നൽ പ്രോസസ്സിംഗ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അറിയാമോ എന്നാണ് നമ്മൾ നോക്കുക ഫ്രഷേഴ്സിനെ ഹയർ ചെയ്യുന്ന സമയത്ത്. ദെൻ വി വിൽ ഗോ ഫോർ എ റിഗറസ് ട്രെയിനിങ് ഓഫ് 6 to 8 months. നമുക്കിപ്പോൾ ഇപ്പോൾ എൻ്റെ ഓഫീസിൽ വന്ന് നോക്കുവാണെങ്കിൽ വി ഡു ഹാവ് എ 24 core ഉള്ള കമ്പ്യൂട്ടറായിട്ട് അറിയാവുന്ന ആൾക്കാർക്ക് പറഞ്ഞറിയാം ഉള്ള സിയോൺ പ്രോസസ്സറുള്ള 40 TB സ്റ്റോറേജ് ഉള്ള SSDs NVMEs ഉള്ള NVIDIAയുടെ കിട്ടാവുന്ന ഏറ്റവും ടോപ്പ് ക്ലാസ് GPUs ഉള്ള സെർവേഴ്സാണ് 2 ഇരിക്കുന്നത്. അതിലാണ് നമ്മൾ പണി പഠിക്കുന്നത്, വിച്ച് കോസ്റ്റ് യു ലൈക്ക് 40 to 80, 90, 1 crore കൈൻഡുള്ള ഹാർഡ്വെയറിലാണ് നമ്മൾ പണി പഠിക്കുന്നത്. സോ വി സ്റ്റാർട്ടിങ് ഫ്രം വെർച്വലൈസേഷൻ ടു ഗ്രൗണ്ട് അപ്പ് തുടങ്ങിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പലരും വിചാരിക്കും ഓയ്യോ ഇത് ഭയങ്കര ടഫാണല്ലോ. കാരണം വി ആർ ട്രൈങ് ടു മേക്ക് ദം എ തിങ്കിങ് മോഡൽ. അപ്പോൾ അതാണ് ഫസ്റ്റ് ചലഞ്ചായിരുന്നത്. അതെങ്ങനെ, കാര്യം നമ്മുടെ ഒരു എക്കോസിസ്റ്റം മൊത്തം ഒരു ഡ്രൈവിലാണ് ഓടുന്നത്. പിന്നെ നമ്മൾ പഠിച്ചു വരുന്നതെല്ലാം മറ്റേ സ്പൂൺ ഫീഡഡ് ഇതാണ് അങ്ങനെ ഒരു ഇതല്ല. നമ്മൾ വി ആർ ട്രൈങ് ടു മേക്ക് ദം എന്താ പറയുക ബ്രെയിൻ എക്സസൈസ് കൊടുക്കുക എന്ന് പറയില്ലേ, തിങ്കിങ് മോഡൽ ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ആ തിങ്കിങ് മോഡൽ ഉണ്ടെങ്കിൽ ദേ വിൽ ബി ഏബിൾ ടു ഗ്രാസ്പ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രോബ്ലമോ അതിന് വേണ്ടിയുള്ള സൊല്യൂഷൻസോ ഒന്നും സോൾവ് ആയിട്ടുള്ളതല്ല. സോ ഒരു ഫ്രഷ് ഔട്ട്ലുക്കിലൂടെ ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കണം. ദാറ്റ്സ് ഫോർ വൺ. ദ സെക്കൻഡ് തിങ് ഈസ് ദി എക്സ്പീരിയൻസ്ഡ് മൈൻഡ് സെറ്റ്. അതും നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ SMEs IT AI ആണെങ്കിൽ അതിലും നമുക്ക് SMEs ഉണ്ട്. അതുമാതിരി തന്നെ നമുക്ക് കാർബൺ ക്യാപ്ചർ, ഫൈബർ സെൻസിങ്, അതിലും നമുക്ക് SMEs ഉണ്ട്. നമ്മൾ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി വേൾഡ് ഓൾസോ സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ട്. സോ നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ നമുക്ക് സെയിൽസ് ടീം പറയാൻ പാടില്ല, വി ഡോണ്ട് ഹാവ് എ അഗ്രസീവ് സെയിൽസ് ടീം ബിക്കോസ് വേർഡ് ഓഫ് മൗത്ത് ആണ് ഇതുവരെയുള്ള സെയിൽസ് എല്ലാം.
നമുക്ക് നടക്കുന്നത്, Makes റെഫറൻസ് എല്ലാം വരുന്നത്. ബിക്കോസ് ഇറ്റ്സ് എ വെരി ഹാൻഡ്ഫുൾ ഓഫ് പീപ്പിൾ. ലൈക്ക് പൈപ്പ് ലൈൻസ് നോക്കുവാണെങ്കിൽ 7, 8, 10 കമ്പനീസ് ആയിരിക്കും ഇന്ത്യയിലുള്ളത്. സിമിലർലി ഇഫ് യു ടേക്ക് എ ലുക്ക് അറ്റ് ടെലികോം, നെയിം ദ 4 or 5, യു വിൽ ബി ഏബിൾ ടു ഫൈൻഡ് ദാറ്റ്സ് ഇറ്റ്. അപ്പം അങ്ങനെ ഒരു വേർഡ് ഓഫ് മൗത്ത് പ്രൊപ്പഗേഷനാണ് നമ്മുടെ പ്രൊഡക്റ്റിനും നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് വി ആർ റീസ്ട്രക്ചറിങ് ദാറ്റ് ഓൾസോ ഫോർ ആക്സിലറേറ്റഡ് ഗ്രോത്ത് ഇൻ ദീസ് സക്സസ്ഫുൾ ഡൊമൈൻസ് നൗ. മേക്സ് ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 2016 സ്റ്റാർട്ട് ചെയ്തു, 2026 ഇപ്പോൾ ഉള്ളത്. സോഫാറിൽ ജേർണി കവർ ചെയ്തു. 2026 ടു ലെറ്റ്സ് സേ നെക്സ്റ്റ് 10 years, 2036. ഹൗ വുഡ് ദ വേൾഡ് ലുക്ക് ലൈക്ക് ഇൻ യുവർ ഒപ്പീനിയൻ? ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ. എന്താ പറയാൻ കാര്യം എന്ന് വെച്ചാലേ, IoTയുടെ ജേണി ഇപ്പോൾ നമുക്ക് 2010 വരെ നല്ല അഗ്രസീവായിട്ട് നടന്നുകൊണ്ടിരുന്ന ലോറ IoT. അതുമാതിരി തന്നെ 2010 to 20 നമുക്ക് കാണാം എയർലി അഡോപ്ഷൻ ഓഫ് AI. നൗ ഇൻ 26 വന്നപ്പോൾ ഫാസ്റ്റർ അഡോപ്ഷൻ ഓഫ് AI, സൂപ്പർ കമ്പ്യൂട്ടിങ്, ക്വാണ്ടം കമ്പ്യൂട്ടിങ്, ഇതെല്ലാം അഡോപ്ഷനായി. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ലെവലിൽ, പ്രോസസ്സിങ് ലെവലിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മളെത്തി. സോ നമ്മൾ വളരെ പണ്ട് ഐഡൻറ്റിഫൈ ചെയ്തൊരു ടെക്നോളജിയാണ് ഫോട്ടോണിക്സ്, ദ സ്റ്റോറി ഓഫ് ലൈറ്റ്. ഓക്കെ. സോ നെക്സ്റ്റ് 10-15 years we can expect lot of photonics companies. ഈ ഫോട്ടോണിക്സ് എന്താണെന്ന് സിമ്പിളായി പറയാൻ എന്തായിരിക്കും? നമ്മൾ 7ാം ക്ലാസ്സിൽ ഒരു പ്രസക്തിക്കൂടെ ലൈറ്റ് വരുന്നൊരു കഥ പറഞ്ഞിട്ടുണ്ട്. ഇതിലുള്ള റിഫ്രാക്ഷൻ ഒക്കെ പഠിച്ചിട്ടില്ലേ, റിഫ്ലക്ഷൻ ഇതൊക്കെ പഠിച്ചിട്ടില്ലേ. ഇതാണ് ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. CV രാമൻ എന്ന് പറഞ്ഞ സയന്റിസ്റ്റിനെ അറിയോ? പുള്ളിയുടെ പേരിലാണ് രാമൻ എഫക്റ്റ് എന്ന് പറഞ്ഞ ഒരു ഇത് കൊടുത്തേക്കുന്നത്. പുള്ളിക്കാണ് അതിൻ്റെ പേറ്റൻറ്റും, പുള്ളിക്കാണ് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് സിവിലിയന് കൊടുക്കാവുന്ന ഏറ്റവും ബിഗ്ഗസ്റ്റ് ഹോണർ വരെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുമാതിരി തന്നെ ബിലിറൂയിൻ എഫക്റ്റ് ആൻഡ് റെയിലെ എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞ് എഫക്ട്സും ഉണ്ട്. ഇതാണ് ഫോട്ടോണിക്സിൻ്റെ പ്രിൻസിപ്പിൾ. സോ ബേസിക്കലി ഒരു ലേസർ ബീം ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൽ കൂടെ പോകുമ്പോൾ അത് ബാക്ക് സ്കാറ്റർ ചെയ്യും. ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് 3 lakh per second പോകുന്നത്. അത് പോകുമ്പോൾ ബാക്ക് സ്കാറ്റർ ചെയ്യും. ഈ ബാക്ക് സ്കാറ്റർ ചെയ്തിരിക്കുന്ന ലൈറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ മെഷർമെൻറ്റ്സ് നമ്മൾ എടുക്കുന്നത്. വിച്ച് മീൻസ് ലേസർ പോകുന്നതനുസരിച്ച് ആ ഫൈബറിനെ ഡിസ്ട്രിബ്യൂട്ടഡ് ടെമ്പറേച്ചർ സെൻസർ ആക്കിയോ അക്വസ്റ്റിക് സെൻസർ ആക്കിയോ വൈബ്രേഷൻ ലൈക്ക് സ്ട്രെസ് സ്ട്രെയിൻ സെൻസർ ആക്കുകയോ ചെയ്യും. ഓരോ എഫക്റ്റ് ഉപയോഗിച്ച്, ഫോട്ടോണിൻ്റെ ഓരോ എഫക്റ്റ് ഉപയോഗിച്ച്. സോ ഫോട്ടോണിക്സിൽ റാമൻ ഉപയോഗിക്കുമ്പോൾ ടെമ്പറേച്ചറായിട്ടും ഇങ്ങനെ കൺവേർഷൻസ് വരും. ഓക്കെ. അപ്പോൾ ആ ഡാറ്റ ബാക്ക് സ്കാറ്റേർഡ് ലൈറ്റിനെ ഇൻട്രപ്റ്റ് ചെയ്തിട്ട് അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടാണ് നമ്മളിതിനെ കൺവേർട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മളിപ്പോൾ ഒരു പൈപ്പ് ലൈൻ ഇൻസ്റ്റലേഷനിലാണെങ്കിൽ 0.68 മീറ്റർ ആയിരിക്കും ഒരു ഫൈബറിനെ സെൻസറാക്കുന്നത്. അതായത് ഒരു മീറ്റർ ഫൈബർ ഒരു ഫിസിക്കൽ സെൻസറായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ. വിത്ത് 3 lakh per second വരെ സെൻസിക്കിൽ. നമുക്ക് അത്രയും ഡാറ്റയുടെ ആവശ്യമില്ല. നമ്മളൊരു 1 kHz നമ്മൾ ആ സെൻസറിനെ എടുക്കും. അതായത് 1 kHz എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ എനിക്ക് 1000 റീഡിങ് ആ ഒരു 1 മീറ്ററിൻ്റെ കിട്ടും. ഇപ്പോൾ ലെറ്റ്സ് സേ ഒരു 100 കിലോമീറ്റർ ഫൈബർ ഉണ്ടെങ്കിൽ ഈ ലേസർ 1 മീറ്ററിലാണ് സാമ്പിൾ ചെയ്യണമെങ്കിൽ എത്ര സെൻസേഴ്സ് ഉണ്ടാവും? അപ്പോൾ എത്രമാത്രം ഡാറ്റയായിരിക്കും ബാക്ക് സ്കാറ്ററായിട്ട് വരുന്നത് പെർ സെക്കൻഡ്? അത് റിയൽ ടൈമിൽ പ്രോസസ്സ് ചെയ്തെടുക്കും. അപ്പോൾ ഈ ഫോട്ടോണിക്സ് റെയിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇൻവെൻഷൻ ഉപയോഗിച്ച് ലോട്ട് ഓഫ് തിങ്സ് വിൽ കംസ്. അപ്പോൾ എക്സാമ്പിൾ യൂസ് കേസ് നമുക്ക് അൺഇമാജിനബിൾ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ലോട്ട് ഓഫ് തിങ്സ്. ഇപ്പം നമ്മുടെ വാട്ടർ സ്കെയർസിറ്റി ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എങ്ങനെ? ഇത് കാര്യം ഡിസ്ട്രിബ്യൂട്ടഡ് അക്വസ്റ്റിക്സ് എവിടെയും ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ പ്രൊഫൈൽ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ടെമ്പറേച്ചർ ഉണ്ട്, അക്വസ്റ്റിക് വൈബ്രേഷൻ ഉണ്ട്, സ്ട്രെസ് സ്ട്രെയിൻ ഉണ്ട്. ലാൻഡ് സ്ലൈഡ് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കാര്യം സ്ട്രെസ് സ്ട്രെയിനാണ് ലാൻഡ് സ്ലൈഡ്. ഡാമിൻ്റെ സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റി മോണിറ്റർ ചെയ്യാൻ പറ്റും. എങ്ങനെ? ഒരു മെഷ് വലിച്ചു കെട്ടിയാൽ വി വിൽ ബി ഏബിൾ ടു ഐഡൻറ്റിഫൈ ദിസ് സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റി ഓഫ് എ ഡാം ഓർ എ ബ്രിഡ്ജ്. ഇതെല്ലാം പൈലറ്റ്സ് ഉണ്ട്. ഇപ്പോൾ മൈനിങ് ഇൻഡസ്ട്രി ഭയങ്കരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് ഫോട്ടോണിക്സ്. സബ്സി വെൽ എക്സ്പ്ലോറേഷൻസ്, അതിൽ നമുക്ക് സോഴ്സ് എത്രത്തോളം കോസ്റ്റ് കുറച്ച് പ്രൊഡക്റ്റ് ഒപ്റ്റിമൈസ് ചെയ്ത് എടുക്കാമെന്നുള്ളതാണ് വെല്ലിൽ നോക്കുന്നത്. ഒപ്പം തന്നെ സേഫ്റ്റി. ഇതെല്ലാം വളരെ സിമ്പിളായിട്ട് പറ്റും.
ഇനിയുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിന് മെയിൻ്റനൻസ് ഇല്ല. ഒരു റെഗുലർ സെൻസർ ആണെങ്കിൽ ദിസ് ഹാസ് ടു ബി മെയിൻറ്റെയിൻഡ്. ബാറ്ററി മാറ്റണം, ഇതൊന്നും ചെയ്യാനില്ല. നമ്മുടെ വീട്ടിൽ ഇൻ്റർനെറ്റ് കട്ടായി കഴിഞ്ഞാൽ എന്താ ചെയ്യാറ്? ഒരു ടെക്നീഷ്യൻ വരുന്നു, ഒരു സ്പ്ലൈസിങ് മെഷീൻ കൊണ്ടുവരുന്നു, കണക്ട് ചെയ്യുന്നു, സ്പ്ലൈസ് ചെയ്യുന്നു, കഴിഞ്ഞു. മാക്സിമം കോസ്റ്റ് 200 to 300 or 500 rupees, അതിൽ തീർന്നു. ഇതാണ് ഇതിൻ്റെ മെയിൻ്റനൻസ്. So now you can imagine endless possibilities with the data which is generated from the fiber. അപ്പം നമ്മൾ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക, കുറച്ചും കൂടി ഡീപ്പ് ഡൗൺ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ആസ് ഐ സെറ്റ് earlier in the conversation, pre-conversation, 15 to 17 million optical fiber cable is already laid. ആൻഡ് നമ്മുടെ ഒരു ഡാറ്റ കൺസപ്ഷൻ യൂസേജ് വെച്ച് നോക്കുമ്പോൾ അത് കൂടുതലായിട്ടിടും, വിച്ച് ഈസ് ലാസ്റ്റിംഗ് ഫോർ 30-40 years. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്യാൻ ബി ഓൾസോ റീപർപ്പസ്ഡ്. കാര്യം സെയിം കേബിൾ വിൽ ആക്ട് ആസ് എ സെൻസർ ഓൾസോ, ദാറ്റ് വിൽ ഹെൽപ്പ് യു ടു മോണിറ്റർ ഓൾ ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. അപ്പോൾ ദാറ്റ് വിൽ ബി മച്ച് ഈസിയർ ഫോർ യു ടു build an ecosystem in and around Maybe ഇത് വാച്ച് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ഏരിയയ്ക്ക് എൻ്റർ ചെയ്യാൻ പറ്റിയ ഒരു റൈറ്റ് ടൈമും കൂടിയാണ് അല്ലേ? Yes. Competition always bring a good balance in the ecosystem. Yes. So always welcome, because നമ്മുടെ ലേണിങ്ങും നമുക്ക് പറയാം കാരണം ആ മാർക്കറ്റ് അത്രയും ബിഗ് ആണ്. ഹ്യൂജ് ഡിഫറെൻറ്റ് നീഷസും ഡിഫറെൻറ്റ് സബ് നീഷസും ഇനി പുതിയ നീഷസും. യെസ്. ഇവിടെ സ്പേസിലേക്ക് വന്നതിന് പറ്റുമോ? സ്പേസ് ഞാൻ അത്രയും അങ്ങ് ചിന്തിച്ചിട്ടില്ല. ഇപ്പൊ തന്നെ എന്തെങ്കിലും സ്പേസ് ആയിട്ടുള്ള എന്തെങ്കിലും ഫൈബർ ഇല്ല, ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. മാർച്ച് ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ല. പക്ഷേ ഈ ഫാസ്റ്റ് റെയിലൊക്കെ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ട്രാക്ക് കണ്ടീഷൻ മോണിറ്ററിങ്. ബിക്കോസ് trains are getting faster and faster. Yes. We need to sense the deformation faster. So it's very important. Landslide high speed railway. High speed railway. Geothermal wells. പ്രൊഡക്ഷൻ ഒപ്റ്റിമൈസ് ചെയ്യാൻ വളരെ നല്ലൊരു സാധനമാണ്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. നമുക്ക് ഫെൻസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? പക്ഷേ പീപ്പിൾ ഡോണ്ട് നോ ദർ ഇസ് എ ഫൈബർ കേബിൾ ലെയ്ഡ് അണ്ടർഗ്രൗണ്ട് ആൻഡ് ഐ ആം കേപ്പബിൾ ടു മോണിറ്റർ 24/7. സോ ദാറ്റ് ഈസ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. ആൻഡ് ദിസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ പർപ്പസ് ഓൾസോ. സോ ഇപ്പോൾ ഒരു ഡോർമെൻ്റ് ടണൽ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് യൂസിങ് ദിസ് ഡിസ്ട്രിബ്യൂട്ടഡ് അക്കോസ്റ്റിക് സെൻസിങ് മെത്തഡോളജീസ്. പിന്നെ ഒരു ലാൻഡ് സ്ലൈഡ് പറഞ്ഞ പോലെ എർത്ത് കേക്ക് ക്യാൻ ബി ഈസിലി ഐഡൻറ്റിഫൈഡ്. ഈവൻ പീപ്പിൾ വാക്കിംഗ് ഓൾസോ ക്യാൻ ബി ആക്ച്വലി ഐഡൻറ്റിഫൈഡ്. ഞങ്ങളിപ്പോൾ ഒരു എക്സ്പീരിയൻസ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതേമാതിരിയാണ്. സോ വെൻ യു എൻ്റർ ടു ഓഫീസ് നമുക്കവിടെ അറിയാൻ പറ്റും, without camera it will be spiked in our waterfalls. People are walking and shows an alert, says that someone is approaching with a car or someone is walking. I'll be able to clearly distinguish. So around 18-20 activities like commonly used, like manual excavation, mechanized excavation, tunneling, welding, animal movement, ഇതൊക്കെ നമുക്ക് ക്ലിയർലി ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് ദ മെയിൻ ഏരിയ ദാറ്റ് വി ആർ. പൊളി സാധനം അല്ലേ? ഓക്കെ, അപ്പോൾ യൂഷ്വലി ഈ ഒരു ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു GTM എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഹൗ ഡസ് ദാറ്റ് പ്രോസസ് ലുക്സ് ലൈക്ക്? യൂഷ്വലി നമ്മുടെ ഡീപ് ടെക് ഇച്ചിരി ഡിഫറെൻറ്റാണ്. സോ നമ്മളിപ്പോൾ ഫെമിലിയർ ആയിട്ടുള്ള ഡീപ് ടെക്കുകളെല്ലാം ചെയ്യുന്നത് B2Bയും ചെയ്യും, B2Gയും ചെയ്യും, ഗവൺമെൻറ്റും ചെയ്യും, പിന്നെ അതേമാതിരി കൺസ്യൂമറും ചെയ്യും. ഇപ്പോൾ ChatGPT എല്ലാം ചെയ്യുന്നുണ്ട്, റൈറ്റ്? വി ആർ ഫെമിലിയർ വിത്ത് ദാറ്റ്. നമ്മൾ ചെയ്യുന്നത് B2B പ്യുവർലി ആണ് ചെയ്യുന്നത്. അതായത് ബിസിനസ് ടു ബിസിനസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ബട്ട് നമ്മുടെ ഒരു ചെറിയ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആസ് എ സ്റ്റാർട്ടപ്പ് വർക്ക് ചെയ്യുന്നതെല്ലാം Fortune 500, Fortune 200, Fortune 100 കമ്പനീസുമായിട്ടാണ്. അപ്പോൾ ദേ ആർ എക്സ്പെക്ടിങ് ദാറ്റ് കൈൻഡ് ഓഫ് മെച്യൂരിറ്റി വെൻ യു ആർ കമ്മ്യൂണിക്കേറ്റിംഗ് ഓൾ ടുഗദർ. സോ ആ GTM സ്ട്രാറ്റജി ചെയ്തപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസ് എൻ OEM ചുമ്മാ ഒരു ഇമെയിൽ അയച്ചാൽ കിട്ടില്ലല്ലോ, കിട്ടൂല. സോ യു നീഡ് എ credible intros, proof to get in. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഇൻസ്റ്റാളേഷനും കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും ദാറ്റ് ഈസ് ഓൾസോ ഹെൽപ്ഡ് us to get this journey faster in the sense 5-6 years. Okay, don't think that it's very relatively faster. Because ഇപ്പോൾ നമ്മളൊരു ഫാർമ കമ്പനി ആണെങ്കിൽ അവരൊരു മെഡിസിൻ എടുത്ത് അത് പ്രൊഡക്ഷൻ എത്തുന്ന ഒരു ലൈഫ് സൈക്കിൾ ചിലപ്പോൾ 20 years എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതുമാതിരി തന്നെ നമ്മളും എടുത്തു. ലൈക്ക് വി ആർ ഓൾസോ കമ്മിങ് ഔട്ട് സൈഡ് ഫ്രം ദിസ് ഡൊമൈൻ, റൈറ്റ്? സോ നമ്മൾ സ്ലോലി പിക്കപ്പ് ചെയ്ത് നമ്മൾ ഈ ഒരു ഡൊമൈനിലേക്ക് എത്തി. അപ്പോൾ GTM സെലക്ട് ചെയ്തപ്പോൾ GTM പ്ലാൻ നമ്മൾ നേരത്തെ പ്ലാനിലുണ്ടായിരുന്നു. സോ നമ്മുടെ GTM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി വിൽ റിമെയിൻ ആസ് എ പ്യുവർ OEM, ഹാർഡ്വെയർ അഗ്നോസ്റ്റിക് AI പ്രൊവൈഡർ ഓർ എ പ്ലാറ്റ്ഫോം ഫോർ ഫൈബർ ഒപ്റ്റിക് സെൻസിങ്.
and we try to onboard SIs, system integrators and EPCs in different geographies. ഓക്കെ. കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ നമ്മളിപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ലേബർ ലോസ് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും, നമ്മുടെ എക്സ്പീരിയൻസ് ക്രൈറ്റീരിയാസ് ഡിഫറെൻ്റ് ആയിരിക്കും അവർ ചോദിക്കുന്നത്. പക്ഷേ ആസ് എൻ OEM സെയിം എക്സ്പീരിയൻസ് ക്രൈറ്റീരിയ ആയിരിക്കും. പൈപ്പ് ലൈനിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ ഡെലിവറി ചെയ്തിട്ടുണ്ടോ, വാട്ട് ഈസ് യുവർ റിസൾട്ട്സ്, കറക്റ്റ് അല്ലേ? അതായിരിക്കും സെയിം ആയിട്ട് ചോദിക്കുന്നത്. അതെ. പക്ഷേ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ വാട്ട് ഈസ് യുവർ ടേൺ ഓവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഡിഡ്ന്റ് ഡൺ എനി ബിസിനസ്, വി ഡൺ ഓൺലി ഇൻ ഇന്ത്യ. അതെ. അപ്പോൾ എങ്ങനെ നമുക്കത് കോമ്പൻസേറ്റ് ചെയ്യാം? അപ്പോൾ എല്ലാ കമ്പനീസും, ഇപ്പോൾ വലിയ കമ്പനീസ് ഹണിവെൽ ആണെങ്കിലും GE ആണെങ്കിലും എല്ലാവരും സിസ്റ്റം ഇൻറ്റഗ്രേറ്റേഴ്സ് പാർട്ട്നേഴ്സ് വഴിയായിട്ടാണ് ഇത് നെറ്റ് ടു എക്സ്പാൻഷൻ നടക്കുന്നത്. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് മോഡൽ ഓൾസോ. വി ഫോളോ ദ സെയിം പ്രിൻസിപ്പിൾ. പിന്നെ ചാനൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എങ്ങനെയാണ്? ചാനൽ പാർട്ട്നേഴ്സിനോ സിസ്റ്റം ഇൻറ്റഗ്രേറ്റേഴ്സ്. നമ്മുടെ കേസിലെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടിയും SIs അല്ലെങ്കിൽ EPs ആയിരിക്കണം. അവർക്ക് ഒരു എക്സ്പെർട്ടൈസ് ട്രെയിനിങ് നമ്മൾ കൊടുക്കണം. കാര്യം ഹാർഡ്വെയർ പ്ലസ് സോഫ്റ്റ്വെയർ നമുക്ക് ചെയ്യണം. ഓൺ ബിഹാഫ് ഓഫ് ട്രാൻസ്മിയോ ആയിരിക്കും അവർ ചെയ്യുന്നത്. ടെൻഡർ ചെയ്യുമ്പോൾ നമ്മളായിരിക്കും ദേ വിൽ ബി ദ സിസ്റ്റം ഇൻറ്റഗ്രേറ്റേഴ്സ്. ദേ വിൽ ഫ്രണ്ട് ഫേസിങ് ഇറ്റ്. വി വിൽ പ്രൊവൈഡ് ഓൾ ദി എഞ്ചിനീയറിംഗ് സപ്പോർട്ട് റിക്വയർഡ് ഫോർ ദം. ദേ വിൽ ടേക്ക് കെയർ ഓഫ് ദിസ്. അപ്പോൾ ഓരോ ഡൊമൈനിലും നമ്മൾ ഓൺ ബോർഡ് ചെയ്യാണ്. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ പോവുകയാണെങ്കിൽ പൈപ്പ് ലൈൻ ഒരു വലിയൊരു ബിസിനസ്സാണ്. അപ്പോൾ പൈപ്പ് ലൈനിൽ ഓരോ സെഗ്മെൻറ്റിൽ നമുക്ക് നോക്കേണ്ടി വരും ഓരോ പാർട്ട്നേഴ്സിനെ. ഇപ്പോൾ നമുക്ക് അബുദാബിയിലുള്ള പാർട്ട്ണർ ആയിരിക്കില്ല ഒമാനിൽ വരുമ്പോൾ വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ സൗദിയിൽ വരുമ്പോൾ വരുന്നത്. അപ്പോൾ വി വിൽ റിമൈൻ ആസ് എൻ OEM ആൻഡ് വി ഫൈൻഡ് സിസ്റ്റം ഇൻറ്റഗ്രേറ്റേഴ്സ് ഇൻ ഈച്ച് വെർട്ടിക്കൽസ് ഇൻ ഈച്ച് റീജിയൻ. ജോഗ്രഫി അങ്ങനെ ജോഗ്രഫിയിൽ ഈച്ച് റീജിയൻ വി ക്യാൻ സ്പെസിഫിക്കലി സേ, ഓർ എ കൺട്രി വി ക്യാൻ സേ. ഇന്ത്യയിലുള്ള അപ്പോൾ റിലേഷൻഷിപ്പ് റാപ്പ് എങ്ങനെയാണ്? വാട്ട്സ് സെയിൽസ് പ്രോസസ് ഡ്യൂറേഷൻ എങ്ങനെയാണ് അതിൻ്റെ? സോ ടിപ്പിക്കലി 6 to 8 months ആണ് ഫസ്റ്റ് കസ്റ്റമറെ കൺവിൻസ് ചെയ്യിപ്പിച്ച് ട്രയൽസ് സ്റ്റാർട്ട് ചെയ്യാൻ. വൺസ് യു ഡിപ്ലോയ്ഡ് ദ പ്രൊഡക്റ്റ് ഇറ്റ് വിൽ ടേക്ക് അറൗണ്ട് 8 months ഫോർ കാലിബ്രേറ്റിംഗ് ദ പ്രൊഡക്റ്റ്. 6 to 8 months for a 400 kilometer pipeline or a track or these kind of things. Then expansion will be very smooth. Because the thing is like നമുക്ക് ഒരു കസ്റ്റമറിന് ചിലപ്പോൾ 10,000 15,000 കിലോമീറ്റർ പൈപ്പ് ലൈൻ. ഇപ്പോൾ നമ്മൾ ബോർഡർ ആണെങ്കിലും സെയിം പ്രിൻസിപ്പിളാണ്. സോ യു ക്യാൻ ഇൻറ്റേർണലി എക്സ്പാൻഡ് വെരി ഫാസ്റ്റർ. ദിസ് ഈസ് ദ ബെസ്റ്റ് മോഡൽ. വി ട്രൈഡ് ദാറ്റ്, ഇറ്റ്സ് വർക്ക്ഡ് വെരി വെൽ. ആൻഡ് ദ തിങ് ഈസ് ലൈക്ക് ഇറ്റ് വിൽ ബി എ ഗുഡ് മോട്ട് ഓൾസോ ലൈക്ക് ദിസ്. And entry barrier is also very higher. So once you get into an ecosystem, you are there for next 5-7 years like that. All the contracts typically comes to 3 to 7 years. This is usually happens. Makes sense. അപ്പോൾ ഇവിടെ ഒരു ICP എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ICP ഐഡന്റിഫിക്കേഷൻ സ്റ്റെപ്പ് എങ്ങനെയായിരിക്കും? സോ നമ്മുടെ കസ്റ്റമർ പ്രൊഫൈലിംഗ് നമ്മൾ ബേസിക്കലി ചെയ്യുന്നത് ഡൊമൈൻ സ്പെസിഫിക്കിലാണ്. സോ നമ്മൾ പൈപ്പ് ലൈൻസ് നോക്കുമ്പോൾ, ഇപ്പോൾ ഇന്ത്യ പോലുള്ള ഒരു കൺട്രിയിൽ നമ്മൾ നോക്കുമ്പോൾ ആരൊക്കെയാണ് മേജർ പ്ലെയേഴ്സ് എന്ന് നോക്കും. വാട്ട് ഈസ് ദെയർ സൈസ് ഓഫ് ഡിപ്ലോയ്മെൻറ്റ്, വിച്ച് ഈസ് റേഞ്ചിങ് ഫ്രം 400 kilometers to 20,000 kilometers. ഇന്ത്യയുടെ സിനാരിയോ 20-25,000 kilometers. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് നമുക്ക് ചെറിയ കസ്റ്റമർ ആണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. കാര്യം ഡിപ്ലോയ്മെൻറ്റ് ഈസ് വെരി ഈസി ഫോർ us through the system integrators and partners. But if it is a big customer, we will start with the advisory services first. Make sure that how we are able to bring good value out of it, how you need to plan, all those kind of things we educate also. Now ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫെമിലിയറൈസേഷൻ പൈപ്പ് ലൈൻ ഡൊമൈനിൽ അഗ്രസീവായിട്ട് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് ആ ഒരു എഡ്യൂക്കേഷൻ്റെ ബുദ്ധിമുട്ടില്ല. സ്കെയിൽ മാത്രം നമുക്ക് നോക്കിയാൽ മതി ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലാണെങ്കിലും ബ്രിങ്ങിങ് അപ്പാണ്. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ അവരുടെ സ്കാഡ സിസ്റ്റംസും മെയിൻറ്റെയിൻ ചെയ്യാൻ ആദ്യമേ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ICP നോക്കുന്ന സമയത്ത് ഇതും കൂടി നോക്കും. ഇൻഫ്രാസ്ട്രക്ചർ നമ്മളായിട്ട് ഡിപ്ലോയ് ചെയ്യണോ അത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണോ. ഇഫ് existing ആണെങ്കിൽ it is very easy. The second ICP that we are looking for, are they already tried out this hardware in their life? Maybe hardware manufacturers already supply that and all. Then I need to educate them how AI or our software can work with the hardware. Do miracles for you. So we have a clear case studies available. We will convince the management and we will convince the team. We will offer a free trial also for them. Let them try it. And come back if it is makes change, because നമ്മൾ അത്രയും കോൺഫിഡൻ്റ് ആണ്. യു ടേക്ക് ഇറ്റ്, ട്രൈ ഇറ്റ് ആൻഡ് ഫീൽ ഇറ്റ് ആൻഡ് ദെൻ വി വിൽ ടോക്ക്. അവരുടെ വാല്യൂ എപ്പോഴും യൂഷ്വലി അറൗണ്ട് കോസ്റ്റ് സേവിങ് ആയിരിക്കുമോ അല്ലെങ്കിൽ എങ്ങനെയാണ്? എല്ലാം അവർ കോസ്റ്റ് സേവിങ് ഉണ്ട്,
more importantly the safety of the asset, because these are underground pipelines, right? These are like remote large distance assets. Pipelines ആണെങ്കിലും ബോർഡർ ആണെങ്കിലും റെയിൽ ട്രാക്ക് ആണെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ക്യാൻ ക്രിയേറ്റ് എ ബിഗ് പ്രോബ്ലം, ബിഗ് ഇമ്പാക്ട്. സോ അവരെപ്പോഴും എല്ലാനും കൂടിയാണ് നോക്കുന്നത്. കോസ്റ്റ് ഉണ്ട്, കോസ്റ്റിനേക്കാളും മുകളിൽ ഡാമേജസും ആക്സിഡൻസും എൻവയോൺമെൻറ്റൽ ഹസാർഡസും കോസ്റ്റ് ഓഫ് കംപ്ലയൻസസും എവറിത്തിങ്. ദേ വിൽ മേക്ക് ഷുവർ ദാറ്റ് ടെക്നോളജിയുടെ അപ്ഫ്രണ്ട് ആയിട്ട് നമുക്ക് നിൽക്കണം എന്നുള്ള രീതിയിൽ. യെസ്, ദിസ് ഈസ് ഹൗ വി ആർ പ്രൊഫൈലിംഗ് ദി ICPs. നെക്സ്റ്റ് നമുക്ക് KPHന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഐ ആം ആസ്കിങ്, ആസ് ദ കമ്പനി റാപ്പിഡ്ലി സ്കെയിൽസ്, ഹൗ വാസ് യുവർ ഡേ ടു ഡേ റോൾ ചേഞ്ച് ഫ്രം ഏർലി ഡേയ്സ് ഓഫ് ബീയിങ് എ ഹാൻഡ്സ് ഓൺ ഡെവലപ്പർ? വാട്ട് ഈസ് ദ ഹാർഡസ്റ്റ് പാർട്ട് അബൌട്ട് ട്രാൻസിഷനിങ് ഫ്രം ബിൽഡിംഗ് ദ പ്രൊഡക്റ്റ് ടു ബിൽഡിംഗ് ദ കമ്പനി? ഓക്കെ, നല്ല ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. യെസ്. സോ ഞാൻ ഡെവലപ്പർ ആയിരുന്നപ്പോൾ ലൈക്ക് വെൻ ഐ ജോയിൻഡ് ലൈക്ക് ഫ്രഷ് ഔട്ട് ഫ്രം ദി കോളേജ്, റൈറ്റ്, വെൻ യു ആർ ലൈക്ക് വർക്കിംഗ്, ആ സമയത്ത് നമുക്കൊരു 9 to 6 ജോബായിരുന്നോ എന്ന് എനിക്ക് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ അറിഞ്ഞില്ല. എല്ലാവർക്കും ഡിഫറെൻ്റ് ആണല്ലോ. പക്ഷെ നമുക്ക് പഠിക്കണം, നമുക്ക് ആ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം എന്നുള്ളൊരു ആസ്പിറേഷൻ ഉണ്ടായിരുന്നു. കാര്യം ബിഫോർ ഐ സ്റ്റാർട്ട് മൈ കരിയർ ഒഫീഷ്യലി ഐ വാസ് എ ട്രെയിനർ ഇൻ C#.net വൈൽ ഐ വാസ് ഇൻ കോളേജ്. അപ്പോൾ ഞാനൊരു 1 year വൈകുന്നേരങ്ങളിൽ വന്ന് ഈവനിങ് ബാച്ചസ് എറണാകുളത്ത് ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ടെക്നോളജി ഭയങ്കര പാഷനേറ്റ് ആയതുകൊണ്ട് വി ആർ ലുക്കിംഗ് ഫോർ ഐഡൻറ്റിഫൈയിങ് ദ കസ്റ്റമർ പ്രോബ്ലം ആൻഡ് ഹൗ എഫക്റ്റീവ്ലി ആൻഡ് ക്വിക്ക്ലി സോൾവ്. അപ്പം അതായിരുന്നു മെയിൻ തോട്ട് പ്രോസസ് ബിഹൈൻഡ് മൈ ബ്രെയിൻ ഓൾവേസ് വെൻ യു ആർ ബിൽഡിംഗ് ദ പ്രോഡക്റ്റ് ഓർ എ ഡെവലപ്പർ. പക്ഷേ നല്ല ഫ്ലെക്സിബിലിറ്റിയാണ്, ഒരു യൂറോപ്യൻ കമ്പനിയല്ലേ. അപ്പോൾ സോ ദാറ്റ് ഗിവ്സ് യു ലോട്ട് ഓഫ് ഫ്ലെക്സിബിലിറ്റി. വി ട്രൈ ടു കോപ്പി ദ സെയിം കൾച്ചർ ഇൻ അവർ ഓർഗനൈസേഷൻ ഓൾസോ. പക്ഷേ നമ്മുടെ ഓണർഷിപ്പും നമ്മുടെ ഒരു അറ്റൻഷനും ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് വൈൽ യു ആർ എ ഡെവലപ്പർ ആൻഡ് യു ആർ ജസ്റ്റ് ഓൺലി ഫോക്കസിങ് ഓൺലി ഓൺ ദാറ്റ് ഏരിയ. അപ്പോൾ ഫൗണ്ടേഷൻസ് ഹാസ് ടു ബി വെരി സ്ട്രോങ്. ഈവൻ 9 to 6 വർക്ക് ചെയ്യേണ്ട ആവശ്യം പോലും ചിലപ്പോൾ വരില്ല ഇഫ് യു ആർ ഏബിൾ ടു comprehensively accommodate all these works that assign to you. അതിൽ നിന്നൊരു സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയപ്പോൾ കുറേ കാര്യങ്ങൾ മാറി. കാര്യം നമ്മുടെ പെർസ്പെക്റ്റീവ് മാറി, പ്രൊഡക്റ്റ്, ടീം, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അങ്ങനെ മാറി. അത് കഴിഞ്ഞിട്ട് ഒരു സൊല്യൂഷൻ ആർക്കിടെക്റ്റൊക്കെ ആയി വന്നപ്പോൾ, അതിന് മുന്നേ ഒരു ടെക്നിക്കൽ ലീഡൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്ത് നമ്മൾ ടെക്നിക്കലി എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട് ഇതിന് അഡ്രസ്സ് ചെയ്യാൻ. നോട്ട് ഓൺലി മൈ ഡൊമൈൻ, ലൈക്ക് ഐ വാസ് സ്റ്റാർട്ടഡ് ആസ് എ C#, then I was went to Objective-C, ആപ്പിൾ പ്രോഗ്രാമിംഗ്, ദെൻ ആഫ്റ്റർ ദാറ്റ് ആൻഡ്രോയിഡ്, ജാവ, ദെൻ അങ്ങനെ പോകുന്ന രീതിയിൽ നമുക്കിപ്പോൾ ഒരു കോംപ്രിഹെൻസീവ് പിക്ചർ കിട്ടി തുടങ്ങി ഏത് ടെക്നോളജി ഏതിന് വർക്ക് ചെയ്യും. അപ്പോൾ നമുക്കൊരു ഇന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നല്ലാതെ കസ്റ്റമറിൻ്റെ പ്രോബ്ലം അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ മാറി തുടങ്ങി. ദെൻ ആഫ്റ്റർ ദാറ്റ് ഒരു ഡിഫറെൻറ്റ് വ്യൂ പോയിന്റ്. ഇറ്റ്സ് സംതിങ് ലൈക്ക് ദിസ്. എവറി മ്യൂസിക് നൊട്ടേഷൻസ് എല്ലാം ഒരുമാതിരിയാണ് എഴുതുന്നത്. ഡിഫറെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേസ് ഇൻ ഡിഫറെൻറ്റ് വേ. പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെയും നമ്മൾ അങ്ങനെ കണ്ടാൽ മതി. തോട്ട് പ്രോസസ്സ് സെയിമാണ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റോ ഏതാണെങ്കിലും നമുക്ക് നല്ല ഫൗണ്ടേഷൻസ് ഉണ്ട്. ഡിസൈൻ പാറ്റേൺസിനെ കുറിച്ച് നല്ല ഫൗണ്ടേഷൻസ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ പ്രോഗ്രാം ചെയ്യൽ മാത്രമാണ്. നൊട്ടേഷൻസ് മേ ഡിഫർ. അതാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് സൊല്യൂഷൻ എഞ്ചിനീയറിംഗിൽ സൊല്യൂഷൻ ആർക്കിടെക്റ്റായി വന്നപ്പോൾ നമ്മൾ പ്രോബ്ലംസ് ഡീപ്പ് ഡൈവ് ചെയ്യാൻ തുടങ്ങി. വാട്ട് ഈസ് ആക്ച്വലി കസ്റ്റമർ ഫേസിങ് അറ്റ് ദ ഗ്രൗണ്ട് ലെവൽ. ആ റിയാലിറ്റിയാണ് പ്രൊഡക്റ്റ് ബിൽഡിങ്ങിൻ്റെ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ പുതിയൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന കാര്യം ഇപ്പോഴും ഇനിഷ്യലി പ്രൊഡക്റ്റ് ഫോക്കസ്ഡ് ആണ്. അതായത് അപ്പോഴും നമ്മുടെ കൺസ്ട്രക്റ്റ് വെരി സിമ്പിളാണ്. കസ്റ്റമർ എന്താ ഫേസ് ചെയ്യണമെന്ന് ആദ്യം അറിയണ്ടേ. ഹൗ ദേ ആർ സോൾവിങ് ദിസ് ഇഷ്യൂ, വാട്ട് ഈസ് കറൻ്റ്ലി സ്റ്റോപ്പിംഗ് ദം നോട്ട് അഡോപ്റ്റിംഗ് ദീസ് കൈൻഡ് ഓഫ് ടെക്നോളജീസ്, ഹൗ ദേ ആർ മിറ്റിഗേറ്റിംഗ് ദി ഇഷ്യൂ. നമ്മൾ മാത്രമല്ല, ചിലർ ഇപ്പോൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, നല്ലൊരു ERP സോഫ്റ്റ്വെയർ വരുന്നതിന് മുന്നേ ഞാൻ ടാലിയിലെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അതിന് മുന്നേ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ എക്സലിലായിരുന്നു. അപ്പം എന്തെങ്കിലും ഒരു മെത്തഡോളജി അവിടെ ഉണ്ടാവും, അല്ലാതെ അവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സോ ഹൗ ഡു യു മേക്ക് ദിസ് ഈസ് ഫ്രം ദാറ്റ് ടു ദിസ്. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യലായിരുന്നു ആ സൊല്യൂഷനിങ് പെർസ്പെക്റ്റീവിൽ വന്നപ്പോഴും പ്രൊഡക്റ്റ് എഞ്ചിനീയറിംഗിൽ വന്നപ്പോഴും. അപ്പോൾ ഞാൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ല 2016 ടൈമിൽ ഐ ട്രൈ ടു സ്പീക്ക് ടു
maximum number of customers in my perspective. Yeah. Like in the domain ഫോക്കസ് ചെയ്ത സമയത്ത് പൈപ്പ് ആണെങ്കിലും റെയിൽവേ ആണെങ്കിലും അതേമാതിരി തന്നെ നമ്മുടെ സബ്സീ കേബിൾസ് ആണെങ്കിലും നമ്മൾ മേജർ ഡൊമൈൻസ് വെയർ ദീസ് തിങ്സ് ആർ ദർ സോർട്ട് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ഐ ട്രൈ ടു സ്പീക്ക് വിത്ത് ദം ബിക്കോസ് ഓഫ് മൈ പ്രീവിയസ് എംപ്ലോയർ ഓർ ദി പിയർ നെറ്റ്വർക്ക് ദാറ്റ് ഐ വാസ് കണക്റ്റഡ് ടു. ആ സമയത്തൊക്കെ ഇറ്റ് വാസ് വെരി ഈസി ഫോർ മീ ടു ഗെറ്റ് കണക്റ്റഡ് ആൻഡ് ഗെറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് വിത്ത് ദീസ് പീപ്പിൾ ലൈക്ക് ഡയറക്ടേഴ്സും സിഇഒസും അങ്ങനെയുള്ള ആൾക്കാരായിട്ട് സംസാരിക്കാൻ വെരി ഫോർച്ചുനേറ്റ് ആയിരുന്നു. സോ അതുകൊണ്ട് നമുക്ക് ഏകദേശം ഗ്രൗണ്ട് ലെവൽ റിയാലിറ്റി അറിയാൻ പറ്റി. എങ്ങനെ അറിയാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിഇഒസ് വിൽ കണക്ട് ടു എ സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ട് ആൻഡ് സ്പീക്ക് ടു ദം, വിസിറ്റ് ദെയർ പ്ലാൻ. അങ്ങനെ കുറേ ട്രിപ്പ് നടത്തിയിട്ടുണ്ട്. അക്രോസ് ദ ഗ്ലോബ് ഓൾസോ വി ഹാവ് ഡൺ സം ട്രിപ്സ്. ദെൻ വി റിയലൈസ്ഡ് ഓക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഒരു ഡെവലപ്മെൻ്റ് എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ചെയ്യുന്നതിന് പകരം ആ ഒരു വിഷൻ അക്വയർ ചെയ്തിട്ട് നമ്മൾ ആ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യണം. ദെൻ ഓൺലി ഇറ്റ് ക്യാൻ സോൾവ് ദെയർ പ്രോബ്ലംസ്. ദെൻ യു നീഡ് ടു ഫൈൻഡ് എ കസ്റ്റമർ യു ക്യാൻ ആക്ച്വലി യൂസ് ഇറ്റ്. ദെൻ ഐട്രേറ്റീവ് പ്രോസസ്സാണ്. എനിക്കിഷ്ടമുള്ളത് ഉണ്ടാക്കലല്ല ഒരു പ്രൊഡക്റ്റിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. എൻ്റെ കസ്റ്റമർ മോസ്റ്റ് യൂസ് ചെയ്യുന്ന ഫീച്ചറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ടെക്നോളജിയിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടാവും. പക്ഷേ അവനെ സംബന്ധിച്ച് എനിക്കിന്ന് 30 അലാം വന്നിട്ടുണ്ട്, 30 അലാം കറക്റ്റായിരിക്കണം, അങ്ങനെയാണെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. ഇതായിരിക്കും അവൻ്റെ സക്സസ് ഗോൾ, KPI. സോ ഇൻസ്റ്റെഡ് ഓഫ് 30 അലാംസ് വന്നു അതിൽ 28 ഫാൾസ് ആണെങ്കിൽ ദാറ്റ് ക്യാൻ ക്രിയേറ്റ് എ ബിഗ് പ്രോബ്ലം ബിക്കോസ് ദർ ആർ ലോട്ട് ഓഫ് മാൻ പവർ ഡിപ്ലോയ്ഡ് ഇൻ ദ ഫീൽഡ്. സോ അതായിരിക്കണം അവൻ്റെ എൻഗോയുണ്ട്. അത് മനസ്സിലാക്കാതെ നമ്മളൊരു ഡാറ്റാ സയൻറ്റിസ്റ്റ് ആയിട്ട് ഇവിടെ ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു പ്രോഗ്രാമറായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടോ കാര്യമില്ല. സോ ഹൗ ഡു യു അച്ചീവ് ദാറ്റ് എന്നുള്ളതായിരുന്നു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്ത്. അത് ഇനീഷ്യൽ ഇയേഴ്സിലാണ്. പിന്നെയാണ് കമ്പനി എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നത്. അപ്പോൾ യു ഡെഫിനറ്റ്ലി ഐ എം എ സിംഗിൾ ഫൗണ്ടർ. ഐ സ്റ്റാർട്ടഡ് ദിസ് ജേർണി ഓൾ ടുഗദർ ബൈ മൈസെൽഫ്. സോ അതിൻ്റേതായ പ്ലസ്സും ഉണ്ട് മൈനസും ഉണ്ട്. ഇറ്റ്സ് ഓൾവേസ് അഡ്വൈസബിൾ ടു ഫൈൻഡ് എ കോ ഫൗണ്ടർ. ഇറ്റ് ഈസ് ഓൾവേസ് ഗുഡ് ബിക്കോസ് നമ്മുടെ സെയിം വേവ് ലെങ്ത് കോംപ്ലിമെൻറ്റിങ് ആണെങ്കിൽ ദാറ്റ് ഈസ് ഓൾവേസ് ഹെൽപ്പ്. നൗ ദ തിങ് ഈസ് ലൈക്ക് I can bring them 80% of my headache to my wife and ask questions. She is also well educated and qualified in that area. And she was also a software engineer. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചോദിക്കാം എന്താണ് പ്രശ്നം. അപ്പോൾ ടെക്നോളജി സൈഡ് ഐ ആം ലിറ്റിൽ ബിറ്റ് റിലാക്സ്ഡ് ആൻഡ് ഓൾസോ ഐ ക്യാൻ ആസ്ക് മൈ പിയർ നെറ്റ്വർക്ക് വെരി ആക്യുറേറ്റ്ലി എന്താണ് ചെയ്യുന്നത്, എന്താണ് ഇൻഡസ്ട്രി ട്രെൻഡ്സ്, അതും നല്ലതായിരുന്നു. ദെൻ ബിസിനസ് സൈഡിൽ അപ്പോഴും നമുക്ക് കുറവാണ്. ദെൻ ഐ ഐഡൻറ്റിഫൈഡ് ദ റൈറ്റ് മെൻറ്റേഴ്സ് ദാറ്റ് ഐ ക്യാൻ വർക്ക് വിത്ത്. സോ അതായിരുന്നു നെക്സ്റ്റ് ഏരിയ. സോ ഏർലി ഇയേഴ്സിൽ നമുക്ക് ഫോർച്ചുനേറ്റ് ടു ഗെറ്റ് വൺ ഓഫ് ദി ബെസ്റ്റ് മെൻറ്റർ എന്ന് പറയുമ്പോൾ ഹീസ് എൻ ഇൻഡസ്ട്രി വെറ്ററൻ ഇൻ ഓയിൽ ആൻഡ് ഗ്യാസ്. പുള്ളി നമ്മുടെ കൂടെ ജോയിൻ ചെയ്തു. ഹി വാസ് ദി CEO ഫോർ വൺ ഓഫ് ദി Fortune 500 oil company. That was very a pivotal moment. So for us, that is also helped our thought process bring in. Then we identified different mentors throughout the journey. ഓരോ ഡൊമൈനിലും ആൾക്കാരുണ്ട്, സബ്ജക്റ്റ് മാറ്റർ എക്സ്പേർട്സ് ഉണ്ട്. ദാറ്റ് ഹെൽപ്ഡ് മീ ടു ക്ലിയർ മൈ വിഷൻ ആൻഡ് ഐ ഓൾവേസ് യൂസ് ദിസ് ഓപ്പർച്യൂണിറ്റി ആസ് എ ബൗൺസിങ് ബോർഡ്. ഞാൻ പോയിട്ട് ഇതെങ്ങനെ സോൾവ് ചെയ്യും എന്നല്ല ചോദിക്കാറ്. ഞാനൊരു പ്രോബ്ലം കണ്ടു, ഇതൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്, വാട്ട് യു തിങ്ക് അബൌട്ട് ഇറ്റ്. ദാറ്റ് ഈസ് ദ വേ ഹൗ ഐ ആസ്ക്. അതർവൈസ് വാട്ട് ലൈക്ക് യു ഷുഡ് ഓൾവേസ് യൂസ് ദം ആസ് എ ബൗൺസിങ് ബോർഡ്. കാര്യം അവരുടെ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. കുറേ നമുക്ക് ട്രയൽ ആൻഡ് എററിലൂടെ മനസ്സിലാവും, കുറേ കാര്യങ്ങൾ അവരുടെ എക്സ്പീരിയൻസോടുകൂടി നമുക്ക് മനസ്സിലാവും. ഇതൊക്കെയാണ് ഒരു പ്രോസസ്സായിരുന്നു. പിന്നെ ഒരു കമ്പനിയുടെ ജേണി വരുമ്പോൾ എല്ലാ ഫൗണ്ടേഴ്സും ടെക്നിക്കൽ ഫൗണ്ടേഴ്സ് ആകുമ്പോൾ നമ്മൾ ഈ ബാലൻസ് ഷീറ്റിനെ കുറിച്ചോ നമ്മുടെ മന്ത്ലി എക്സ്പെൻസിനെ കുറിച്ചോ എവിടെയാണ് ലീക്കി ബക്കറ്റ് എന്നുള്ളത് ഐഡൻറ്റിഫിക്കേഷൻ ഇറ്റ്സ് എ വെരി ബിഗ് ടാസ്ക്. അതെ, നല്ലൊരു CFO ഉണ്ടോ? ഐ മീൻ വി ഡു ഹാവ് ദ ബെസ്റ്റ് ഇൻ ബെസ്റ്റ് ബട്ട് എവറിഥിങ് ഈസ് ഔട്ട്സോഴ്സ്ഡ്. സോ വാട്ട് ഐ ഡിഡ് ഈസ് ലൈക്ക് ഫിനാൻസ് ഔട്ട്സോഴ്സ്ഡ് ആണ്. എനിക്ക് ആദ്യം ബാലൻസ് ഷീറ്റ് ഒന്നും നോക്കിയാൽ മനസ്സിലാവില്ലായിരുന്നു. സോ ഇറ്റ് ടുക്ക് 1.5 years for me to understand what exactly the accounting terms, balance sheet. ഇപ്പോൾ ലോയേഴ്സ് ആണെങ്കിലും ബെസ്റ്റ് ഇൻ ദ place we have onboarded as a legal partner role. സോ നമ്മൾ അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. സോ നമ്മൾ ഇൻറ്റേർണലി ഫുൾ ടൈം പറ്റിയില്ലെങ്കിലും നമ്മൾ സബ്ജക്റ്റ് മാറ്റർ എക്സ്പെർട്സിനെ കിട്ടുന്ന പോലെ തന്നെ നമ്മൾ ഈ ഡൊമൈനിലേക്ക് ആൾക്കാരെ എടുക്കുന്നു. ആസ് എ പ്ലാൻ
for the next phase of expansion, we will internalize Makes these things. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം അലനാണ്. ഐ തിങ്ക് എൻ്റെ ലാസ്റ്റ് KPH മീറ്റപ്പിൽ ഐ തിങ്ക് ജോഫിൻ പറഞ്ഞ സംഭവമാണ് മോസ്റ്റ് ഐഡിയാസ് ആർ ഫൗണ്ട് ഇൻ ദ ഡാർക്ക് ആൻഡ് ഇറ്റ്സ് അപ് ടു ദ ഫൗണ്ടേഴ്സ് ടു ഫൈൻഡ് ദം ആൻഡ് ട്രാൻസ്മിയോ പ്രൂവ്സ് ദിസ് ബൈ ടാക്ലിംഗ് എ കോംപ്ലക്സ് niche sector most developers ignore. What is your advice for young founders? How can they train themselves to look in the dark and uncover these hidden high value problems? ഓക്കെ, സോ അതൊരു വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അടുത്ത് കുറേ കാര്യങ്ങൾ കണ്ടില്ലേ. ഇപ്പോൾ വലിയ AI കമ്പനീസ്, ഹൗ ഫാസ്റ്റ് ആൻ MVP ക്യാൻ ബി ബിൽഡ്, റൈറ്റ്? നമ്മൾ ഇന്ന് പോയി ഒരു ആഴ്ചയ്ക്കുള്ളിൽ MVP പ്രൊഡക്റ്റ് ബീറ്റ കസ്റ്റമേഴ്സൊക്കെ മാർക്കറ്റിൽ വന്നു തുടങ്ങി. അപ്പോൾ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ടു ഫൈൻഡ് എ സോളിഡ് പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ലാസ്റ്റ് ഫോർ എ ഡെക്കേഡ് and equally find an opportunity which can be scaled. Like മാർക്കറ്റ് സൈസും വേണമല്ലോ, ഒരു $10 billion, $5 billion, $1 billion കൈൻഡ് ഓഫ്. എല്ലാ പ്രോഡക്റ്റും അങ്ങനെ ഉണ്ടാവണം എന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് ആ സ്കെയിൽ ഓഫ് തിങ്കിങ്ങിലുള്ള ഒരു മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കി ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് നോക്കേണ്ടത്. രണ്ടാമത്തെ ഒരു ലേണിംഗ് ഇപ്പോൾ കണ്ടത്, millions of dollars റവന്യൂ ഉള്ള പ്രോഡക്റ്റ് കമ്പനീസും immediately vanished to thin air when some big companies released their new models. നമ്മൾ കണ്ടില്ലേ കുറേ കമ്പനീസ് ഇപ്പോൾ വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ളത് ChatGPTയോ ജെമിനയോ പോലെയുള്ള ഒരു സാധനം പുതിയൊരു ഫീച്ചർ ഇറക്കുമ്പോൾ ലോട്ട് ഓഫ് തിങ്സ് ഹാസ് ലൈക്ക് മിസ്ഡ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്? ഫസ്റ്റ് പ്രിൻസിപ്പിൾ, ഡാറ്റ ഡ്രിവൺ, ഹൈ എൻട്രി ബാരിയർ ഉള്ള പ്രോഡക്റ്റ്. വീണ്ടും പറയാണ്, എല്ലാ സ്റ്റാർട്ടപ്സും ആ രീതിയിൽ പോകണമെന്നല്ല പറയുന്നത്. ദിസ് വിൽ ഹെൽപ്പ് യു ടു സെക്യൂർ. അഗെയിൻ അങ്ങനെ പോകുമ്പോൾ ഒരു പ്രോബ്ലം ഉണ്ട്. ഇൻ ദാറ്റ് പോയിന്റ് ജെയിൻസ് ആയിരിക്കും ഓടി നടന്നുകൊണ്ടിരിക്കുക. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ഗെയിം ഓൾ ടുഗദർ, ബിക്കോസ് നോട്ട് ഓൺലി ഫണ്ട് റേസിങ്, ബിക്കോസ് ദിസ് പ്രോബ്ലം ദാറ്റ് യു ഹാവ് ഐഡൻറ്റിഫൈഡ്, ലൈക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഡൈവ് ചെയ്തിട്ട് സീ ഫ്ലോറിൽ നിന്നൊരു ജെം കണ്ടു, അതെടുത്ത് കൊണ്ടുവന്നു, അത് ജെമ്മാണെന്ന് പ്രൂവ് ചെയ്യണം ഫസ്റ്റ്. അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ചുറ്റും ബാക്കിയുള്ള വെയിൽസ് എല്ലാവരും ഉണ്ട്, ആ ഹഡിൽസിൽ നിന്നൊക്കെ കയറി വരണം. ബിക്കോസ് ഓൾ ദി ബിഗ് ദിസ് ഇസ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഫോർ എൻ അക്വിസിഷൻ ഓൾസോ. വെൻ യു ഫൈൻഡ് എ നിഷ് ഏരിയ ആൻഡ് യു സോൾഡ് അറ്റ്ലീസ്റ്റ് ഫോർ 1 or 2 ലൊക്കേഷൻസ്, ദിസ് വിൽ ബി ആൻ ഇമ്മീഡിയറ്റ് അക്വിസിഷൻ പോയിന്റ് ഫോർ ദീസ് കമ്പനീസ്. അങ്ങനെയുള്ള പല റിക്വസ്റ്റുകളും നമുക്ക് വരും. പക്ഷേ അത് ഏത് സ്കെയിലിൽ അക്യൂർ ചെയ്യണം, ഏത് സ്കെയിലിൽ ഫൗണ്ടേഴ്സ് ഒരു പ്രൊഫഷണലി റൺ CEO മാറണം, ഇതൊക്കെ പ്ലാനിലുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ പ്ലാൻ ഇറ്റ് വെൽ ബിഫോർ യു സ്റ്റാർട്ട്. പിന്നെ ഇപ്പോൾ വേറൊരു കാര്യം കൂടി പറയുന്നത്, വൺസ് യു സ്റ്റാർട്ട് ഡോണ്ട് തിങ്ക് അബൌട്ട് ദി പാസ്റ്റ്. അപ്പോൾ ആ രീതിയിൽ ഫാസ്റ്റ് ആയിട്ട് ഇംപ്ലിമെൻറ്റേഷനും കാര്യങ്ങൾ പോകുക. ഇപ്പോഴുള്ള എല്ലാ ടെക്നോളജീസും ഫാസ്റ്റ് ഡിപ്ലോയ്മെൻറ്റ്സിനും ഇനിഷ്യൽ PMF പ്രോഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ഐഡൻറ്റിഫിക്കേഷൻ വെരി ഈസിയാണ് ഇഫ് യു ആർ നോട്ട് ആൻ എൻ്റർപ്രൈസ്. അപ്പോൾ ആ ഒരു PMF ഐഡൻറ്റിഫിക്കേഷൻ നടത്തി അതിൻ്റെ സ്കെയിലബിലിറ്റിയും വെരിഫൈ ചെയ്യുക ഫാസ്റ്റർ ഫേസ്. ഈ PMF ഈ കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ PMF അച്ചീവ് ചെയ്തിട്ടുള്ളൂ? സോ നമ്മുടെ PMF അച്ചീവ്ഡ് ആണ്. നമ്മുടെ ഇനീഷ്യൽ സ്റ്റേജിൽ PMF എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൊമൈൻ ഈസ് വെരി ന്യൂ. സോ ഇതിൽ 2 കൺസ്ട്രക്റ്റാണ് ബേസിക്കലി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഈ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ആക്സെപ്റ്റബിൾ എൻ്റെ തീസിസ് ആണ്. വീണ്ടും പറയുവാണ്, PMF ഞാൻ ബെഞ്ച് മാർക്ക് ചെയ്യുന്നത് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഡൊമൈൻ, എസ്റ്റാബ്ലിഷ്ഡ് മാർക്കറ്റ് ആണെങ്കിൽ PMF ക്യാൻ ബി ഡിഫൈൻഡ് വെരി ഈസിലി. ഓക്കെ. ദി അതർ PMF ഹാസ് ടു ബി ഡിറൈവ്ഡ്. ഓക്കെ. സെപ്റ്റോ ഇനിഷ്യലി തുടങ്ങിയപ്പോൾ PMF പ്ലാൻ ചെയ്തിട്ടാണോ വന്നത്? അല്ല. നമ്മുടെ ഇവിടെയുള്ള ലാസ്റ്റ് മൈൽ ഡെലിവറി അങ്ങനെ ഒരു കൺസെപ്റ്റ് നമുക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റുമായിരുന്നു ഒരു 10 വർഷം മുന്നേ? ഇല്ല. അപ്പോൾ മാർക്കറ്റിൻ്റെ അഡോപ്ഷനും മാർക്കറ്റിൻ്റെ മെച്യൂരിറ്റിയും ആണ് എ ഡെഫിനിഷൻ ഓഫ് എ PMF. കാര്യം കസ്റ്റമർ ഓൾസോ ഡോണ്ട് നോ വാട്ട് എക്സാക്ട്ലി ദേ വാണ്ട്. സോ യു മേ ബി നീഡ് ടു എഡ്യൂക്കേറ്റ്. അതാണ് ഫസ്റ്റ് വരുന്ന ഈ എയർലി ജെംസിനെല്ലാം അതിനുള്ള ഡിഫിക്കൽട്ടി. സോ നമ്മൾ QR കോഡ് പേ ചെയ്യാൻ Paytm വന്നു, പക്ഷേ നൗ ഗൂഗിൾ പേ എവ്രി വൺ ഈസ് യൂസിങ് ദ സെയിം തിങ്. ബട്ട് ആദ്യം വരുന്ന അഡോപ്റ്ററിന് ലേണിംഗ് കർവും ഇംപ്ലിമെൻറ്റേഷൻ ഇച്ചിരി ഡിഫിക്കൽട്ടായിരിക്കും, ബട്ട് ഇറ്റ് വർത്ത് ടു ഡു ദിസ് ജേണി എന്നാണ് പറയുന്നത്. അപ്പോൾ PMF ഐഡൻറ്റിഫിക്കേഷൻ ഞങ്ങളുടെ സൈഡിൽ എന്താ പറയുക, ആദ്യത്തെ ഒരു 2 years കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും
ക്ലിയറായി ഓക്കെ ദിസ് ഈസ് വാട്ട് എക്സാക്ട്ലി വി വാണ്ട് വൈ വി ഷോഡ് ദിസ് കേപ്പബിലിറ്റി ഇൻ എ 40 kilometer പൈലറ്റ് then we got the scale. So whatever we said and emailed, showed in the deck, actually proved in the field. Yeah. Then they said that okay, this is add value. This is product is market ready for scale and product market fit has been achieved by 2018. Then I said that this is the roadmap for the future for the next 5-6 years. Yeah. Now you are adding up the roadmap for the product. പതുക്കെ ഓരോ പുതിയ ഫീച്ചേഴ്സിനെ ആഡ് ചെയ്തിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് പതുക്കെ പ്രൊഡക്റ്റിൻ്റെ ഡൈവേഴ്സിഫൈ ചെയ്യുന്നു. അപ്പോൾ കോർ റിമൈൻസ് സെയിം, ഡെറിവേഷൻസ് പിന്നെ കോറിലുള്ള ഇന്നോവേഷനും ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. സോ വി ആർ ആഡിങ് മോർ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് അൽഗോരിതംസ് ഇൻ ദിസ് ടു സ്റ്റേ ഹെഡ്. സോ ഐ ക്യാൻ കോൺഫിഡൻ്റ്ലി സേ ദാറ്റ് okay my system will, like any company who starts today will take another 3 to 5 years to reach that level. സോ ആ സമയത്ത് നമ്മളും മുന്നോട്ടേക്കാണ്. വി ആർ ഓൾസോ എക്സ്പാൻഡിങ്. ദിസ് ഇസ് ഹൗ. Another question is, okay, Transmeo is currently the only company in India doing this specific type of anomaly detection, but you are actively expanding into US market. ഇപ്പോൾ US ലാണല്ലോ I think. What is your philosophy on building global versus building local? What advice do you have for the Kerala-based founders who might find their ideas are too niche to compete on a global stage? So that is a like very good thing, right? Build from India. Like ഞാനൊരു സ്ട്രോങ് ബിലീവറാണ്. നമ്പർ ഓഫ് പീപ്പിൾ അല്ല റിയലി മാറ്റേഴ്സ്. വാട്സപ്പിൻ്റെ സ്റ്റോറിയൊക്കെ അല്ലേ, വളരെ ലെസ് നമ്പർ ഓഫ് പീപ്പിൾ, 20 member people, they made $1 billion product. Yes, so same way that we need to be തിങ്കിങ് അങ്ങനെയാണ്. ഇപ്പോൾ കേരള പോലെയുള്ള ഒരു എക്കോസിസ്റ്റിൽ ബ്രൈറ്റ് മൈൻഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. മേ ബി വി വിൽ നോട്ട് ബി ഏബിൾ ടു ഫൈൻഡ് ദാറ്റ് കൈൻഡ് ഓഫ് നമ്പർ ഇൻ ടേംസ് ഓഫ് മാസ്. അപ്പോൾ ഇവിടെ നമ്മൾ ബിൽഡ് ചെയ്ത് നമ്മുടെ എക്കോസിസ്റ്റത്തിനും നമ്മുടെ ഇന്ത്യക്കും പറ്റുന്ന രീതിയിൽ നമുക്ക് ബിൽഡപ്പ് ചെയ്യാൻ പറ്റിയ ക്യാൻ ഈസിലി സ്കെയിൽ. Why? Because product is already there, the ecosystem is already there, the domain is almost the same across the globe. Because pipelines ആണെങ്കിലും വെൽസ് ആണെങ്കിലും റെയിൽവേ ആണെങ്കിലും ഓൾമോസ്റ്റ് എവ്രിവെയർ ഓപ്പറേറ്റിംഗ് ഇൻ ദ സെയിം പ്രിൻസിപ്പിൾസ്, റൈറ്റ്? Or even the border patrolling, subsea cables deployment, everything is in the same principle. The same SOP, same construct, same thing. Only the thing is unit economics is different. So if you build a product for India and take that product to the global market, you will have a different unit economics. Good opportunity to scale with. You can see a clear examples of Soho. So the Soho payroll is here. The same payroll is charging in US in a different way. Freshdesk is here. Lot of companies are doing lot of good things, right? So once you proved for the Indian market and build it for Indian market, we target here in masses, but outside you get... switch എങ്ങനെയാ സഫീലിന്റെ കേസിൽ വന്നത്? I mean, you were building in India, പിന്നെ you moved to US as well. I think last 2 years you are in US. So ആ ഒരു shift എപ്പോഴാണ്? What was that? No, it's a planned activity only. So once you adopt a new customer, right, once you stabilize the product, when the customer demands, I am traveling, like ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിലും കഴിഞ്ഞൊരു 12-14 മാസമായിട്ട് ട്രാവലിംഗ് വെരി ഫ്രീക്വൻ്റ്ലി. എല്ലാ മാസം ഐ തിങ്ക് യു ആർ ഇൻ ഇന്ത്യ. ചിലപ്പോൾ പറയും നിങ്ങൾ അപ്പുറത്ത് പോയി കിടന്നുറങ്ങിയിട്ട് ഇപ്പുറത്ത് വരാല്ലേ എന്ന് വരെ ചോദിക്കും. വൈ? ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് എന്നെ കാണാൻ കഴിഞ്ഞ ആഴ്ച കണ്ടല്ലോ എന്ന് പറയും, പള്ളിയിൽ കണ്ടല്ലോ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് കണ്ടല്ലോ, ആ ശരിയാണ് എന്ന് പറയും. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമർ വിളിക്കുമ്പോൾ നമുക്ക് ചെല്ലാതിരിക്കാൻ പറ്റത്തില്ല. സോ US നമുക്കൊരു കസ്റ്റമർ ഉണ്ട്, കാനഡയിലുണ്ട്, അതേമാതിരി യൂറോപ്പിലുണ്ട്. നമ്മൾ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളതേമാതിരി തന്നെ സിസ്റ്റം ഇൻറ്റഗ്രേറ്റേഴ്സിന് ഓൺ ബോർഡ് ചെയ്യാനുള്ള ശ്രമങ്ങളിലാണ്. അപ്പോൾ നമ്മൾ സിസ്റ്റം ഇൻറ്റഗ്രേറ്റർ ഓൺ ബോർഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫാക്ടറി വിസിറ്റും എല്ലാം പോയി നടത്തി അവരും റെഡി ടു സ്കെയിൽ. ഞങ്ങളുടെ ഒരു സിസ്റ്റം ഇൻറ്റഗ്രേറ്റർ വരുന്ന സമയത്ത് അവർക്ക് 10-15 years എക്സ്പീരിയൻസ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഡൊമൈൻ. ഇപ്പോൾ റെയിൽവേയിലാണെങ്കിൽ റെയിൽവേയിൽ 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കും നമ്മളുമായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വി വിൽ ഓൾസോ ഗോ ദർ ആൻഡ് എഡ്യൂക്കേറ്റ് ദം. ദെൻ വി ജോയിൻലി സബ്മിറ്റ് തിങ്സ്. സോ ആ ഒരു എക്സ്പാൻഷൻ പ്ലാൻ വരുമ്പോൾ വളരെ ഈസിയാണ്. പിന്നെ US മാറിയതിൻ്റെ കാര്യവും ഇതേമാതിരി തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ ഒരു കസ്റ്റമർ റിക്വസ്റ്റാണ്. ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആർ കമ്മിങ് ദെയർ ഓൾസോ. സോ ഇവിടെ നമുക്കൊരു നല്ലൊരു
എക്സിക്യൂട്ടീവ് ടീമും ഉണ്ട് Yeah. ഹു ക്യാൻ ഹാൻഡിൽ സം ഓഫ് ദി some of the people are working from Bangalore, some of them are in Delhi, Oh. and some of them are in our Cochin office. അങ്ങനെയാണ് നമുക്ക് കൊച്ചി കമ്പനിയാണ്. നമ്മൾ പ്രോപ്പർ കൊച്ചി കമ്പനിയാണ്, കൊച്ചിയിൽ നിന്ന് തുടങ്ങിയ സ്റ്റാർട്ടപ്പാണ്. Nice. One more question from the KPG group. Building a company means facing a lot of noise. As a founder, what is your philosophy on mental resilience? How do you block out the external negativity and stay focused on your mission? ഓക്കെ, സോ നമ്മളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ എന്താ പറയുക, ഞങ്ങൾ കുറേ കസ്റ്റമേഴ്സ് ഫീഡ്ബാക്ക് വരും, കുറേ റിക്വസ്റ്റുകൾ വരും, ഫണ്ട് റേസ് ചെയ്യാനുള്ള റിക്വസ്റ്റുകൾ വരും, പലതും വരും. പക്ഷേ നമുക്ക് വാട്ട് ഈസ് പ്രിയോറിറ്റി എന്നുള്ളത് ഐഡൻറ്റിഫിക്കേഷനാണ് ഫസ്റ്റ്. സോ ഇഫ് യു ടേക്ക് എ ലുക്ക് അറ്റ് ഫെലിക്സ്, ഇതിന് മുന്നേ ട്രാൻസ്മ്യൂനെ കുറിച്ച് കേട്ടത് എപ്പോഴായിരിക്കും? ഞാൻ ഐ തിങ്ക് ജോർജ് ബോഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ episode പഴയ അപ്പോഴാണ് എപ്പിസോഡ് എനിക്ക് ചെയ്തപ്പോൾ. ഓക്കെ, yeah. so we were being almost all the prestigious programs in the country. Oh. So we were being part of Cisco. നമുക്ക് ക്ലിയർ വിഷൻ ഉണ്ടായിരുന്നു സിസ്കോൻ്റെ ടെലികോംസിലേക്ക് നമുക്ക് ഗെറ്റ് ഇൻ ചെയ്യാൻ. വി വെർ ബീൻ പാർട്ട് ഓഫ് ഇൻഡൽ. ഇൻഡലിൻ്റെ FPGAസിൽ ഒപ്റ്റിമൈസ് ചെയ്യാൻ NVIDIAയുടെ കോഹോട്ടിലുണ്ട്. സിമിലർലി വി ഗോട്ട് MS50 അവാർഡ് ഫ്രം നാസ്കോം. പിന്നെ റീസെൻ്റ്ലി പറയുകയാണെങ്കിൽ വി വർ ദ സെക്കൻഡ് വിന്നർ ഓഫ് ലൈക്ക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പെട്രോളിയം അസോസിയേഷനും MOPNGയും തന്ന അവാർഡിൽ ഇന്ത്യയിൽ സെക്കൻഡ് സ്റ്റാർട്ടപ്പായിട്ട് സെലക്ട് ചെയ്തു. വി ഗോട്ട് എൻ അവാർഡ് ഫ്രം ഹർദീപ് സിംഗ് പുരി. ബട്ട് വി ഡിഡ്ന്റ് അഡ്വർടൈസ്ഡ് എനി ഓഫ് ദീസ് തിങ്സ്. വെറുതെ ലിങ്ക്ഡിനിലിടും, പോസ്റ്റ് ചെയ്യും എന്നല്ലാതെ വേറെ PR പരിപാടികളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. വൈ? ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് വി ജസ്റ്റ് വാണ്ട് ടു മേക്ക് ഷുവർ ദാറ്റ് വി ബിൽഡ് എ വെരി സ്ട്രോങ് പ്രോഡക്റ്റ് വിച്ച് ക്യാൻ ബി സ്കെയിൽഡ്. വൈൽ യു ആർ സ്കെയിലിംഗ്, it is really important to show your pedigree, where you are coming from, and then we will use this opportunity to scale that faster. സോ നമ്മൾ ആ ഒരു സ്റ്റേജിലേക്ക് ഇപ്പോഴേ എത്തിയിട്ടുള്ളൂ. നെക്സ്റ്റ് നമ്മൾ പറയില്ലേ, ഫസ്റ്റ് സെക്കൻഡ് ഗിയർ ഇട്ടു, ഇനി ഒന്ന് സ്പീഡിലേക്ക് ഗ്രോ ചെയ്യുന്ന സമയമാകുമ്പോൾ ഡെഫിനറ്റ്ലി വി റിക്വയർഡ്, ബട്ട് വി ബിൽഡ് അപ്പ് ദി story already. 2018 first, 2019, 20, 21. If you take a look at, we have been part of every program and we were the winners also. Even we have received a couple of international awards also. Like Istanbul, we have received one award from one of their higher rank officer for Takeoff Istanbul event in 2021, I believe. പിന്നെ നമ്മൾ പ്ലഗ് ആൻഡ് പ്ലേ, ഇഫ് യു ആർ ഫെമിലിയർ, ദിസ് വൺ ഓഫ് ദ ടോപ്പ് ആക്സിലറേറ്റർ. മൈക്രോസോഫ്റ്റും ലൈക്ക് നമ്മുടെ eBay അങ്ങനെയുള്ള കമ്പനീസ് എല്ലാം ഉള്ള ആക്സിലറേറ്ററാണ്. അവിടെ നിന്നാണ് അവരും സ്റ്റാർട്ട് ചെയ്തത്. വി ഓൾസോ ഗോട്ട് സെലക്റ്റഡ് 2024. നമ്മളും അവരുടെ കൊഹോട്ടിലുണ്ട്. ബട്ട് വി ഡിഡ്ന്റ് അഡ്വർടൈസ് ദാറ്റ്. നൗ പതുക്കെ ഇപ്പോൾ പ്രോഡക്റ്റ് 3 ഡൊമൈനിൽ സ്റ്റെബിലൈസ്ഡ് ആയി. നൗ സ്കെയിലിംഗ് അപ്പ്. നൗ വി വിൽ സ്ലോലി build up the momentum. So we need to find the right partners. Finding the right product, PMF, scales, success metrics, then you amplify. That will help you to eliminate a lot of noise. ആ ഓർഡർ തെറ്റിപ്പോയാലും ഈവൻ ടു ഏർലി ആയാലും ചിലർക്ക് ഭയങ്കര ഗുണമായിരിക്കും. സോറി ടു കട്ട് യു ഓഫ്. പറഞ്ഞു. അതിൽ ചിലർക്ക് ഭയങ്കര ബെനിഫിറ്റ്സും ആയിരിക്കും. ലൈക്ക് ഓക്കെ, because of the good campaign, lot of things can attract very faster. Like you can attract a lot of capital. Once the capital comes into the company, that can also drive in a different direction. അതൊന്നും തെറ്റല്ല അല്ലെങ്കിൽ തെറ്റാണ് എന്നും ഞാൻ പറയുന്നില്ല. ഒരു മൈൻഡ് സെറ്റ് പോലെയാണ്. വാട്ട് ഈസ് യുവർ പ്രൊഡക്റ്റ് ആക്ച്വലി നീഡ്. ഇപ്പം എനിക്ക് കുറേ പൈസ ഇനിഷ്യലി കിട്ടിയാൽ ചിലപ്പോൾ ഇത്രയും പൈലറ്റ് എനിക്ക് ഓൺ ആക്കാനോ പറ്റിയെന്ന് വരില്ല. കാര്യം ആ ഫോക്കസ് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ നെക്സ്റ്റ് ടൈമിൽ ഗ്രോത്ത് വരുന്ന സമയത്തും ചാനൽ പാർട്ട്നേഴ്സ് ഓൺ ബോർഡ് ചെയ്യുമ്പോഴും ഇറ്റ്സ് എ സ്കെയിൽ ഗെയിം വെർ യു നീഡ് എ ടീം ടു സപ്പോർട്ട് ഓൾ ദീസ് റിക്വസ്റ്റ്സ് കമ്മിങ് ഫ്രം. ഞങ്ങളിപ്പോൾ ചോക്ഡാണ്, ഞങ്ങൾക്കിപ്പോൾ കുറേ റിക്വസ്റ്റുകൾ വരുന്നുണ്ട്, പക്ഷേ വി ആർ അൺഎബിൾ ടു ഡെലിവർ എനിത്തിങ്. വൈ? ബിക്കോസ് ലോട്ട് ഓഫ് പ്രോസസ്സിങ് ക്യൂവിലൊക്കെ കിടക്കുന്നത്. ഞങ്ങൾ തിരിച്ചു വരാട്ടോ, ഇന്ന സ്ഥലത്ത് പോകാട്ടോ എന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ഹയറിങ് ഫാസ്റ്റ് ആക്കണം, ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ഫണ്ട് റേസ് നടക്കണം. അപ്പോൾ ഞങ്ങളൊരു സീരീസ് എ സ്റ്റേജ് കമ്പനിയാണ്. ഫണ്ട് റേസിങ്ങും പാരലലി നടക്കുന്നുണ്ട്. അപ്പോൾ ലോട്ട് ഓഫ് തിങ്സ്. ഇതിനെല്ലാം ഒരു സിംഗിൾ ഫൗണ്ടർ അല്ലെങ്കിൽ ഭയങ്കര ബെനിഫിഷ്യലാണ്. സോ യു വിൽ ബി ഏബിൾ ടു അലോക്കേറ്റ് യുവർ ടൈം. നൗ ഞാൻ എന്താ ചെയ്യണത്? മൾട്ടിപ്പിൾ അലോക്കേഷൻ ഇൻ എ ഡേ ഐ എം ഡൂയിങ്. ഡേ ഇൻ ലൈഫ് എങ്ങനെയാണ് ഇപ്പോൾ? ഓക്കെ, ഫണ്ട് റേസിംഗ്, ഹൗ ഇസ് ദാറ്റ്? സോ മൈ ഡേ ഇൻ ലൈഫ്, ഐ സ്റ്റാർട്ട് അറ്റ് 6. ഓക്കെ. എപ്പോൾ കിടന്നാലും സൂര്യൻ്റെ ഒപ്പം നമ്മളും എണീക്കുമെന്ന് പറഞ്ഞുകൊണ്ട് 6 മണി ഏർലി
റേസർ അല്ല, 6 AM എണീക്കും, കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കും, വീട്ടിലിരുന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാം, ബ്രേക്ക്ഫാസ്റ്റ്. US എവിടെയാണ് നിങ്ങൾ? ഓസ്റ്റിനാ? ഞാൻ ഹ്യൂസ്റ്റണിലാണ്. ഞാൻ സംവെയർ ക്ലോസ് ടു മിസൂരി സിറ്റി ദാറ്റ് ഐ എം ലിവിങ്. നമ്മുടെ നല്ലൊരു കമ്മ്യൂണിറ്റിയാണ്, കേരള കമ്മ്യൂണിറ്റി നല്ല രീതിയിലുണ്ട് അവിടെ. ഇവരിപ്പോൾ പോഡ്കാസ്റ്റ് കാണപ്പോൾ സോ യു ആർ ഓൾവേസ് വെൽക്കം, ബിക്കോസ് അതൊരു നല്ലൊരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ആ ഏരിയയിൽ കേരളത്തിൽ നിന്ന് നേരത്തെ പോയി സെക്കൻഡ് ജനറേഷൻ ആൾക്കാർ വരെ അവിടെയുണ്ട്. നമുക്ക് വേണമെങ്കിൽ പറയാം അവിടെ നല്ലൊരു പള്ളിയും എല്ലാ ടൈപ്പ് എല്ലാനും ഉണ്ട്. എല്ലാ രീതിയിലും കൾച്ചറൽ ആക്ടിവിറ്റീസ് എല്ലാം, ഓണമൊക്കെ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം. മിനി കേരളം മെനി വി ക്യാൻ സേ ഔട്ട്സൈഡ് SF ദാറ്റ് ബെൽറ്റ്, ഷിക്കാഗോ ഓൾസോ വി ക്യാൻ സേ ദാറ്റ്. അപ്പോൾ ഈ ഡേ ഇൻ ലൈഫ് തുടങ്ങുമ്പോൾ കാലത്ത് കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ളതും ഓഫീസിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ കുറേ കാര്യങ്ങൾ നമ്മുടെ മെയിൽ അയക്കാനുള്ളതും കമ്മ്യൂണിക്കേഷൻസും എല്ലാം ചാർട്ട് ഔട്ട് ചെയ്യും. ഐ യൂഷ്വലി നോട്ട് ഡൗൺ what are the things has to be done. I'll pen and paper. I always prefer to do that. And I do have a diary. I'll write it down, all those things, along with the like digital calendar undavum. Allada thanne the things that I need to be completed by today, I'll write it down. So I'll close my laptop, shut down ചെയ്യാറില്ല, അറിയാലോ, അടച്ചു വെച്ചിട്ട് പോകുന്ന പരിപാടികളിൽ രാത്രി ഒരു 11-11:30 വരെ ഇരിക്കും. സ്ലീപ്പ് കിട്ടുമ്പോൾ ഉറങ്ങും, എപ്പോൾ ഉറക്കം കിട്ടിയാലും ഉറങ്ങുക എന്നുള്ളതാണ് മെയിൻ കാര്യം. സോ വർക്കൗട്ട്സൊക്കെ വളരെ കുറവാണ്. ഐ വാണ്ട് ടു ഇംപ്രൂവ്, ഐ വാണ്ട് ടു ബ്രിങ് ദാറ്റ് ഇൻ ടു മൈ റുട്ടീൻ, ബട്ട് ഇറ്റ്സ് ഗെറ്റിംഗ് വെരി ഡിഫിക്കൽട്ട് ഫോർ മീ. ട്രാവൽ ചെയ്യുമ്പോൾ ഇത്തിരി ഹാർഡായിരിക്കും. ട്രാവൽ ചെയ്യുമ്പോൾ അതുമാതിരി തന്നെ ഐ എം നോട്ട് ലൈക്ക് സ്പോർട്സ് ഓർ എ ഫിറ്റ്നസ് പേഴ്സൺ, അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മോസ്റ്റ് ഓഫ് ദി ടൈം ഐ സ്പെൻഡ് ലൈക്ക് എയർലിയറൊക്കെ ഒരു 12, 13, 14, 15 മണിക്കൂറൊക്കെ നമ്മൾ വർക്ക് ചെയ്യും. ഇപ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ല. Similarly, I'm more passionate about the tech and those kind of things. I keep myself updated. So I spend 2-3 hours on researching on new technologies. Like I always wondering why number of companies like Seedance എന്ന് പറഞ്ഞ ഫ്രെയിംവർക്ക് അല്ലേ, അതുപോലത്തെ ഫിസിക്സ് ഇൻഫോംഡ് കമ്പനീസ് നമ്മുടെ നാട്ടിൽ നിന്ന് കുറേ വരണം. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യങ്ങൾ. അതായത് ഫൗണ്ടേഷൻ മോഡൽസിൽ വർക്ക് ചെയ്ത് സ്വന്തമായിട്ട് ഇൻഫോംഡ് മോഡൽസ്, വൈൽഡ് ഐസ് ബ്രിങ് ചെയ്യുന്ന സ്റ്റാർട്ടപ്സ് വന്നാൽ ദാറ്റ് വിൽ മേക്ക് എ ഹ്യൂജ് ഇമ്പാക്റ്റ് ഇൻ അവർ എക്കോണമി. സോ അങ്ങനെയുള്ള ഒരു കമ്പനിയാണ് നമ്മളും ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള റിസർച്ചുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നടത്തുന്നത്. അതെല്ലാം നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലാണ്. എക്സെപ്റ്റ് ഫിറ്റ്നസ്, ഹെൽത്തും നമുക്ക് നോക്കണം, സ്റ്റാർട്ട് ചെയ്യുക. എൻ്റെ ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ഇതായിരുന്നു. KPH പോഡ്കാസ്റ്റ് എല്ലാ ഗസ്റ്റിനോടും മാൻഡറ്ററി ക്വസ്റ്റ്യൻ ആണ്. ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ്. മേ ബി ഹെൽത്തിനെ പറ്റി പറഞ്ഞു. എന്തെങ്കിലും യു തിങ്ക്, ഐ തിങ്ക് യു സ്ലീപ്പ് വെൽ ആസ് വെൽ അല്ലേ? സ്ലീപ്പ് ഒരു സ്ലീപ്പ് വെല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. ട്രൈങ് ടു ഗെറ്റ് സ്ലീപ്പ്, ബട്ട് അങ്ങനെ 8 hours സ്ലീപ്പൊക്കെ ചെയ്യാറുണ്ടോ എന്ന് വെച്ചാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. നാപ്സ് എടുക്കാറുണ്ട്, ഇൻ്റർമീഡിയൻറ്റ് അങ്ങനെയൊക്കെ സമയം ഉറക്കം കിട്ടിയാൽ ഉറങ്ങുക എന്നുള്ളതാണ്. പക്ഷേ ഹാർഡ്ലി 3-4 hours. എവറി ഫൗണ്ടേഴ്സ് ഹാവ് ദിസ് കൈൻഡ് ഓഫ് സ്ലീപ്പ് അപ്നിയ പ്രോബ്ലം, റൈറ്റ്? സിമിലർലി എനിക്കും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. അതായത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ദി സ്ട്രെസ് ദാറ്റ് യു ക്യാരി, ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ഫ്യൂച്ചർ ദാറ്റ് യു ആർ ഗോയിങ് ടു ബിൽഡ്. സോ വാട്ട് ഹാപ്പൻസ് ഈസ് ലൈക്ക് ലോട്ട് ഓഫ് തിങ്സ് റണ്ണിങ്, ജഗ്ലിങ് അറൗണ്ട് യുവർ ബ്രെയിൻ, റൈറ്റ്? സോ അതിനൊരു സ്ലീപ്പ് ബട്ടൺ കണ്ടുപിടിക്കാൻ പറ്റാത്തതാണ് പ്രശ്നം. So people say that like workout ചെയ്ത് കഴിഞ്ഞാൽ that will help you too, but over thinkers ആണ് basically വരുന്നത്, especially single founders. All permutation and combinations happens in your brain, and then what happens is you fight internally when you try to sleep. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, പക്ഷെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല അതുവരെ. സോ ലെസ് സ്ലീപ്പാണ്, അതൊരു പ്രശ്നവുമാണ്. വെൽത്തിനെ പറ്റി എവിടേക്കാണ് വെൽത്ത് ഇൻവെസ്റ്റ് ചെയ്യണേ? കാറൊക്കെ സൂപ്പറാണ്, സൂപ്പർ കാറൊക്കെ ഉണ്ടല്ലോ. ഫുഡ് മണി ആൻഡ് ഹൗ ഡു യു? അങ്ങനെയൊന്നുമില്ല. വെൽത്ത് നമ്മളെല്ലാം ആസ്പിറേഷന് വേണ്ടി ജീവിക്കുകയാണല്ലോ. എന്നെപ്പോലെ സ്ട്രഗിൾ ചെയ്യുന്ന ഫൗണ്ടേഴ്സിൽ, ചെറിയ ഫൗണ്ടേഴ്സിലൊക്കെ നമ്മളെല്ലാവുന്ന ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യാറുണ്ട്. അതങ്ങനെ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും പറയാനില്ല, ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടുള്ള ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. പിന്നെ അതേമാതിരി എല്ലാം ആസ്പിറേഷനാണ്. ഇപ്പോൾ വണ്ടിയാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും നമ്മളൊരു ആസ്പിറേഷൻ ഡ്രിവൺ ആണും കൂടിയാണ്. ലൈക്ക് അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, ഇറ്റ്സ് ഗോയിങ് ഗുഡ്. പിന്നെ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഞാൻ അങ്ങനെ അധികം ചെയ്യാറില്ല. ഡിഫൻസ് സെക്ടറിൽ ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെറുത്, വളരെ ലൈറ്റായിട്ട്, ഓയിൽ ആൻഡ് ഗ്യാസ് ചെറുതായിട്ട്, അങ്ങനെയുള്ളതൊക്കെ ചെയ്യാറുള്ളൂ. പിന്നെ അങ്ങനെ ഹെവി സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇല്ല, ക്രിപ്റ്റോ ഒട്ടുമില്ല. ഹെൽത്ത്, വെൽത്ത്,
Relationship, talk about the wife. Wife is like, so I'm like, my wedding anniversary was on last 7th. Oh. It's almost 12 year now. Uh-huh. I do have a kid. She's 11-year-old. കിഡിൻ്റെ ലാസ്റ്റ് 11 ഇയേഴ്സ് എന്താ സംഭവിച്ചതെന്ന് പോലും എനിക്കറിയത്തില്ല. ഐ വാസ് റണ്ണിങ് ബിഹൈൻഡ് ദ സ്റ്റാർട്ടപ്പ്. ഇനിഷ്യൽ 1 year, of course, I was there. 2 years I was there. Then after that, like, she is now in 5th grade. Oh. ഓക്കെ, 5th grade ഇപ്പോൾ കഴിഞ്ഞു, 6th വരുന്നു. ഇനിഷ്യൽ 5th grade ഓക്കെ ഇപ്പോൾ US ദെൻ ഓക്കെ പപ്പേനെ 2 weeks കാണാം എന്നുള്ള ഒരു ലെവൽ വരെ എത്തി. അല്ലെങ്കിൽ ഈ ഓട്ടമാണ്. അപ്പോൾ സോ ഇംപ്ലിമെൻറ്റേഷൻ ഫീൽഡിലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പല സ്ഥലത്തായിരിക്കും. സോ മൈ വൈഫ് ടേക്ക് കെയർ everything very well. She is also a software engineer, as I said, right? I can ask a lot of questions to her also. She taken care all these family things. No drama. Very straightforward things are. And it's very going pretty good. Makes sense. Adana better. Like, understanding partner is a very toughest thing. Yes. So once you get it, you take the ride. Yes. Now it's getting better. Yeah. Talk about other friends, family, other things you mentors you can maybe share. Mentors ഉണ്ട്. So I do have lot of well wishers, mentors ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ നിന്ന് കുറേ പേരുണ്ട്, ഇൻ്റർനാഷണൽ മെൻറ്റേഴ്സ് കുറേ പേരുണ്ട്. അതേമാതിരി തന്നെ ഡെസിഗ്നേറ്റഡ് അഡ്വൈസേഴ്സ് ഉണ്ട് നമ്മുടെ കമ്പനിയിൽ. ഓരോ ഡൊമൈൻ സ്പെസിഫിക് ആയിട്ടുള്ള ഡെസിഗ്നേറ്റഡ് അഡ്വൈസേഴ്സ് ഉണ്ട്. ഡിഫെൻസിനുണ്ട്, ഓയിൽ ആൻഡ് ഗ്യാസിനുണ്ട്. അത് മൾട്ടിപ്പിൾ അഡ്വൈസേഴ്സ് ഉണ്ട് ഓയിൽ ആൻഡ് ഗ്യാസിൽ തന്നെ. അതുമാതിരി തന്നെ നോക്കുവാണെങ്കിൽ ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിങ്ങിൽ നമുക്ക് അഡ്വൈസേഴ്സ് ഉണ്ട്. ഇവരൊന്നും ലിസ്റ്റഡ് പബ്ലിക്ലി അല്ല, ബട്ട് ദേ ആർ ദി അഡ്വൈസേഴ്സ്. ദേ ആർ working with very closely with us. So as I said, right, we are not asking them to do these, that. Instead of that, we use this as an enda paraya bouncing board. So we have a lot of questions. So I always, like, our expertise and experience and the journey that they have, I always spend time to talk to the founders who failed also, because they taught us very well. Yes. അങ്ങനെ സംസാരിക്കുമ്പോഴാണ് നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും പറ്റുന്നത്. വാട്ട് മിസ്റ്റേക്സ് could be they made, I made so far. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അങ്ങനെ കുറേ മെൻറ്റേഴ്സ് ഫോർച്ചുനേറ്റ് ടു ഗെറ്റ്. അത് താങ്ക് ഗോഡ്, ലോട്ട് ഓഫ് ഗുഡ് ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് ഐ ഓൾവേസ് ഗെറ്റ് ഇൻ. പിന്നെ ഐ വാസ് എ മൈക്രോസോഫ്റ്റ് MVP. ഞാൻ ലിങ്ക്ഡിൻ നോക്കിയപ്പോൾ കണ്ടായിരുന്നു. അതൊരു മൈക്രോസോഫ്റ്റ് MVP I was from 2016 to 2021. Then I just voluntarily retired from that program. I told that, okay, I'm unable to contribute directly, publicly, like that. So then I moved out. So that network also gives you tremendous access, like top people who can help you to guide in technology space. സോ സിയാറ്റിൽ കുറച്ച് ഫ്രണ്ട്സ് അങ്ങനെ കുറേ പേരുണ്ട്. അവരും ദേ ഓൾസോ ഹെൽപ്പിംഗ് മീ ഹൗ ദ ടെക്നോളജി ലാൻഡ്സ്കേപ്സ് ലുക്ക് ലൈക്ക്. പിന്നെ വി ആർ ലുക്കിംഗ് ഫോർ മോർ പാർട്ട്നേഴ്സ് ആൻഡ് അഡ്വൈസേഴ്സ് ടു ബി പാർട്ട് ഓഫ് ദ ജേർണി. റീച്ച് ഔട്ട് ചെയ്യുക. ഓൾവേസ് വെൽക്കം. അപ്പോൾ ഐ തിങ്ക് ലാസ്റ്റ് ക്ലോസ് ടു 2 hours നമ്മൾ പോഡ്കാസ്റ്റ് ചെയ്തു. എനി എൻഡിങ് നോട്ട്സ്? എനിക്ക് കുറേ കാര്യങ്ങൾ ലേൺ ചെയ്യാൻ പറ്റി. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പുതിയ ടോപ്പിക്കാണ്. യൂഷ്വലി നമ്മൾ ഇൻ്റർനെറ്റ് പ്രൊഡക്ട്സ് ഒക്കെയാണ് യൂഷ്വലി കണ്ടിട്ടുള്ളത്. ഡീപ് ടെക് നമുക്ക് കുറച്ച് ഫൗണ്ടേഴ്സിന് പരിചയമുള്ളൂ. ഐ തിങ്ക് ഓവർ ദി ഇയേഴ്സ് മോർ ഫൗണ്ടേഴ്സ് വിൽ ബി കമ്മിങ് ഇൻ ദാറ്റ്. ഇത് കാരണം കുറേ ആൾക്കൊക്കെ ആ സ്റ്റാർട്ടിങ് ട്രബിളും ഇതൊക്കെ ഉണ്ട്. കുറേ ആസ് ഇറ്റ് ടേക്സ് എ ലോങ് പ്രോസസ് ടൈമാണ്. അപ്പോൾ ആ കൺവിക്ഷനോട് കൂടിയുള്ള ബിൽഡ് ചെയ്യുന്ന ഫൗണ്ടേഴ്സ് വരണം എന്നുള്ളതാണ് ആഗ്രഹം. അപ്പോൾ കുറേ ലേണിംഗ് ആയിരുന്നു എനിക്ക് എസ്പെഷ്യലി. അപ്പോൾ എനി എൻഡിങ് നോട്ട്സ് യു ഹാവ് ടു ഷെയർ ടു ദ ഓഡിയൻസ്? സോ ഡീപ് ടെക് ഫോക്കസ് ചെയ്യുന്ന ഫസ്റ്റ് പ്രിൻസിപ്പൽ മോഡൽസ് അല്ലെങ്കിൽ ഫിസിക്സ് ഇൻഫോംഡ് മോഡൽസ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഫൗണ്ടേഴ്സും ഉണ്ടെങ്കിൽ പെർസിസ്റ്റൻസും പെർസീവറൻസും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. and focus on your product and your customers more. Make sure that you have a cash flow from investors or from the customer to reach the level like PMF ആയിരിക്കാം, അല്ലെങ്കിൽ early traction ആയിരിക്കാം. അതുവരെയുള്ള ഒരു പ്ലാൻ ഉണ്ടാവുക. കാര്യം you cannot expect a miracle immediately happening in your business. So you just want to plan your life accordingly. And persistence and perseverance is the main thing. Yes, persistence and perseverance. That's it from KPH Podcast, and thanks so much. Thank you.